പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായിട്ട് കടന്നു വരുന്നതിന് ദൈവം ഒരുക്കുന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായ ജീവിത സാക്ഷ്യങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും കേൾക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുവാനാണ് ഇന്ന് നമ്മുടെ മുൻപിൽ കടന്നു വന്നിരിക്കുന്നതായ അതിഥി പ്രിയ സഹോദരന് വർഗീസ് കുരുവിള നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയ സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജന്മനാൽ തന്നെ സെർവർ പാൾസി എന്ന് പറയുന്ന വൈകല്യങ്ങൾ നിറഞ്ഞ, വെല്ലുവിളികൾ നിറഞ്ഞ ഒരവസ്ഥയിൽ ജനിച്ച് വളർന്ന ഒരു യുവാവിൻ്റെ ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ജീവിത പങ്കാളി, അതുപോലെ മാതാവ്, പിതാവ്, അവർക്കുണ്ടായ കുഞ്ഞ്, ഈ കുടുംബത്തെയൊക്കെ ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. അവരുടെ വാക്കുകളിലൂടെ നമുക്ക് മുന്നോട്ട് ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക. വളരെ ചലഞ്ചായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ആകയാൽ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും മറ്റുള്ളവർ കൂടി കേൾക്കുവാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരും. തുടർന്ന് നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സഹോദരനെ വർഗീസ് കുരുവിളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. എന്തുകൊണ്ട് വർഗീസ്? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. വർഗീസിനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒത്തിരി ദിവസമായി സംസാരിക്കുകയും കാണാനും ഒക്കെ കഴിഞ്ഞിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവിടുന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് ജോയിൻ ചെയ്തു. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. ഓക്കെ. വീട്ടിൽ ഉണ്ട്? വീട്ടില് പപ്പ, മമ്മി, വൈഫ്, കുഞ്ഞ്, പിന്നെ ഞാന്. ഓക്കെ. സഹോദരങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ഒറ്റ മോന. ഓക്കെ. വർഗീസ് മാത്രമേ ഉള്ളൂ. അതെ. കേരളത്തിൽ എവിടെയാ? കേരളത്തില് ഇപ്പൊ താമസിക്കുന്നത് തൃശ്ശൂര്. തൃശ്ശൂർ മാള. ഓക്കെ. വർഗീസിനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. എന്താണ് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്? തുടർന്ന് സംസാരിക്കാം കേട്ടോ. ഓക്കെ, സംസാരിക്കാം. പ്രൈസ് ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹമെന്ന് അറിയിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഡാനി പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ വർഗീസ് കുരുവിള. ഞാനിപ്പോ താമസിക്കുന്ന ബാംഗ്ലൂരാണ്. ബേസിക്കലി ഞാൻ ഫ്രം കേരളത്തില് ഞാൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന സ്ഥലത്താണ്. അവിടെ 1991 ഒക്ടോബർ 3 ജനിച്ചു. ഞങ്ങള് ജനിച്ച സമയത്ത് പപ്പയും മമ്മിയൊക്കെ ഇവാഞ്ചലിക്കൽ സഭയിലായിരുന്നു. ആ സമയത്ത് പപ്പയുടെ മമ്മിയുടെ ഒക്കെ വിവാഹം നടന്നതും ഇവാഞ്ചലിക്കൽ സഭയിലായിരുന്നു. അവിടുന്ന് ആണ്
ഇവര് പെന്തക്കോസ്തിലോട്ട് മാറിയത്. അതിനൊരു കാരണം ഞാനാണ്. ഞാനാണ് കാരണം. ഞാൻ സെർബൽ പാൾസി ആയ ഒരു വ്യക്തിയാണ്. സെർബൽ പാൾസി 60% ആണ് എന്റെ പ്രോബ്ലം ആയിട്ടുള്ളത്. അത് ജനിച്ചപ്പോ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. നോർമൽ കുട്ടിയായിരുന്നു. നോർമൽ ആയിട്ടുള്ള എല്ലാ ഒരു കുഴപ്പമില്ലാത്ത ഒരു കുഞ്ഞായിരുന്നു. ജനിച്ചിട്ടൊരു 4 മാസം കഴിഞ്ഞു. 4 മാസം കഴിയുമ്പോ കുട്ടികള് മുട്ടയിലെഴയും. മുട്ടയിൽ എഴയാനൊക്കെ ശ്രമിക്കും. പക്ഷെ ഞാനത് അങ്ങനെ ഒരു ശ്രമവും നടത്തിയില്ല. അപ്പോഴാണ് പപ്പയ്ക്കും മമ്മിക്കും എല്ലാവർക്കും ഒരു സംശയം തോന്നി. അപ്പൊ അവര് നേരെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയിട്ട് ഡോക്ടറോട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇവൻ കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. പക്ഷെ ഇവൻ നടക്കുന്നത് കുറച്ച് വൈകും. ഇവന് മറ്റുള്ളവരെ പോലെ നടക്കാൻ പറ്റത്തില്ല, പക്ഷെ നടക്കും. അത് കുറച്ച് വൈകും എന്ന് പറഞ്ഞു. ആ ഒരു സംഭവമാണ് ഇവരെ ദൈവത്തിങ്കിലേക്ക് സത്യവിശ്വാസത്തിലേക്ക് നയിച്ച ഒരു ഘടകമെന്ന് പറയാം നമുക്ക്. കാരണം അന്ന് ഇവാഞ്ചലിക്കൽ സഭയിൽ നിന്ന് ഇവര് വിശ്വാസത്തിലോട്ട് വരാൻ കാരണമായതും ഞാനാണ് അതിന്റെ ഒരു മുഖാന്തരമായി തീർന്നത്. അതുപോലെ ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു. ചെറുപ്പത്തിലെ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എന്നെ എടുത്തോണ്ടാണ് എല്ലാവരും നടക്കുന്നത്. വീട്ടിലാണെങ്കിലും ഇരുന്ന് നിരങ്ങത്തേ ഉള്ളൂ. അല്ലാതെ എനിക്ക് നടക്കാനോ എനിക്ക് ഒരു കാര്യം പോലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ചെറുപ്പത്തില്. അങ്ങനെ 95 വരെ ഞങ്ങള് റാന്നിയിലായിരുന്നു, പത്തനംതിട്ട ജില്ലയില്. പിന്നെ 95 ഞങ്ങള് പാലക്കാട്ടേക്ക് വന്നു. അവിടുന്ന് റാന്നിയിലുള്ള സ്ഥലമെല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് ഞങ്ങള് പാലക്കാട്ടേക്ക് വന്നു. പാലക്കാടായിരുന്നു എന്റെ സ്കൂൾ ജീവിതവും സ്കൂളും കോളേജും എല്ലാം പാലക്കാടായിരുന്നു. അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. കാരണം അന്ന് ആ കാലത്ത് ഞങ്ങള് പാലക്കാട് വരുവാൻ കാരണമായതും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. കാരണം എന്ന് വെച്ചാല് പാലക്കാട് വന്നപ്പോ എനിക്ക് തൊട്ടടുത്ത് സ്കൂളുണ്ട്. അപ്പോ ദൈവം ഞങ്ങളെ ആ ഒരു രീതിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി പാലക്കാട് കൊണ്ടുവന്നു എന്ന് ഞാൻ പറയാം. കാരണം പാലക്കാടായിരുന്നു എന്റെ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും എല്ലാം. അങ്ങനെ 95 ഞാൻ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കാൻ വേണ്ടി പോയപ്പം അവര് പറഞ്ഞു ഇങ്ങനെയുള്ള കുട്ടിയാണ്, ഇങ്ങനെയുള്ള കുട്ടിയെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ നിർത്തണ്ട, നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവരാതെ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ച് പരീക്ഷ എഴുതാൻ മാത്രം സ്കൂളിൽ കൊണ്ടുപോവാ. അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസും ഇവിടുത്തെ ടീച്ചർമാരും ഒന്നും അതിനോട് കോപ്പപ്പ് ചെയ്യത്തില്ല, അതിനോട് സഹകരിക്കത്തില്ല. കുട്ടി അവന് ഭയങ്കര ബുദ്ധിമുട്ടാകും, ഇവിടുത്തെ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അവന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ മമ്മി പറഞ്ഞു ഇവനെ ഞാൻ കൊണ്ടുവരാം, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, ഞാൻ കൊണ്ടുപോവാ. അപ്പൊ എന്നാ അങ്ങനെ പറഞ്ഞപ്പോ ആ സ്കൂളുകാര് സമ്മതം മൂളി. അങ്ങനെ ഞാന് സ്കൂളില് ചേർന്നു. 1-ാം ക്ലാസ്സിൽ ചേർന്നു. അവിടുത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ചേർന്നത്. അങ്ങനെ അങ്ങനെ പോവാൻ വേണ്ടി നോക്കിയപ്പം
എന്റെ മമ്മിയാണ് എന്നെ എടുത്തുകൊണ്ട് പോകും. മമ്മി സ്കൂളിൽ ഇരിക്കും. പിന്നെ തിരിച്ചു മമ്മി എന്നെ കൊണ്ടുവരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ മമ്മി എന്റെ കൂടെ സ്കൂളിൽ വരും, സ്കൂളിൽ കാണും. പിന്നെ എന്റെ നോട്ടുകളെല്ലാം എനിക്ക് എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ സെർവർ പാൾസി ആയതുകൊണ്ട് ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കും. ഷെയ്ക്ക് ആകുമ്പോൾ എനിക്ക് എഴുതാൻ പറ്റത്തില്ല, എഴുതുന്ന ക്ലിയർ ആകത്തില്ല. അപ്പൊ മമ്മിയാണ് എനിക്ക് നോട്ടുകളെല്ലാം എഴുതി തരുന്നത്. അത് മറ്റുള്ള സ്റ്റുഡൻസിന്റെ കൂട്ടുകാരുടെ ഒക്കെ ബുക്ക് വാങ്ങി മമ്മി പുറത്ത് ക്ലാസിന്റെ പുറത്തിരുന്ന് എഴുതി ആ നോട്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ മമ്മിയോട് പലരും പറഞ്ഞു, എന്തിനാ ഇവനെ പഠിപ്പിക്കുന്നത്, ഇവന് പഠിച്ചിട്ട് ഒരു ഗുണവുമില്ല, ഇവന് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇവിടെ നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്ക് തന്നെ കിട്ടാൻ പാടാ, പിന്നെ ഇവനെ എന്തിനു പഠിപ്പിക്കുന്നത്. അപ്പൊ മമ്മി പറഞ്ഞു, ഞാൻ അവനെ പഠിപ്പിക്കും, അവന് കഴിയുന്നിടത്തോളം പഠിപ്പിക്കും. അവനെ എത്രത്തോളം പഠിപ്പിക്കാമോ അത്രത്തോളം ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയുടെ ആ ഒരു ഇത് കാരണം, ആ ഒരു ഇച്ഛാശക്തി കാരണവും ആ ഒരു ദൈവം കൊടുത്തൊരു മനസ്സ് കാരണവും ഞാന് സ്കൂൾ ജീവിതം നന്നായിട്ട് ചെയ്യുവാൻ സാധിച്ചു. അങ്ങനെ 10ാം ക്ലാസ് എത്തി. 10ാം ക്ലാസ് എത്തിയപ്പം എനിക്ക് 10ാം ക്ലാസ് പബ്ലിക് എക്സാം ആകുമ്പോൾ അതിന്റെ ആൻസർ ഷീറ്റ് എല്ലാം നോക്കുന്നത് വേറെ ടീച്ചർമാരൊക്കെ നോക്കുമ്പോ ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഞാൻ പരീക്ഷ എഴുതും. അപ്പൊ പരീക്ഷ എഴുതുമ്പോ ഞാൻ തന്നെ എഴുതും. അപ്പൊ ടീച്ചർമാർക്ക് അറിയാമല്ലോ എന്റെ ഇത്. അപ്പൊ അവര് അതിനനുസരിച്ചുള്ള മാർക്ക് തരും. ഇതിപ്പോ വേറെ ടീച്ചർമാർക്ക് എന്റെ പ്രോബ്ലം അറിയത്തില്ല, അപ്പൊ അവര് മാർക്ക് തരത്തില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ആരോടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ആൾക്കാർ പറഞ്ഞു, സ്ക്രൈബിനെ വെച്ച് എഴുതിപ്പിക്കാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും, വേറൊരാള് സ്ക്രൈബായിട്ട് എഴുതണം. അപ്പൊ അങ്ങനെ അങ്ങനെ വന്നപ്പോ 10ാം ക്ലാസ്സിൽ എത്തിയപ്പം 10ാം ക്ലാസ്സിൽ അങ്ങനെ ഒരു സ്ക്രൈബ് വെച്ച് എഴുതിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അതും നമ്മുടെ നമ്മുടെ ക്ലാസ്സിനെക്കാട്ടിലും താഴെയുള്ള ക്ലാസ് വേണം. മീൻസ് 9ാം ക്ലാസ്സോ 8ാം ക്ലാസ്സിലോ ഉള്ള സ്റ്റുഡന്റ് ആയിരിക്കണം. അല്ലാതെ നമ്മളെക്കാട്ടിലും മുതിർന്ന ആളായിരിക്കരുത്. അതായിരുന്നു അവർ വെച്ച നിയമം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞങ്ങളുടെ അവിടെ ഒരു പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്ററുടെ മോള് തന്നെ 9ാം ക്ലാസ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ മോളെ വിളിച്ച് ഞാൻ 10ാം ക്ലാസ്സിലത്തെ പരീക്ഷ എഴുതിപ്പിച്ചു. അങ്ങനെ പരീക്ഷ എഴുതിപ്പിച്ചു. 10ാം ക്ലാസ്സില് ഒരു നല്ലൊരു മാർക്ക് 80% കൂടി പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. സ്കൂൾ ജീവിതം ഭയങ്കര വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അവിടെ പോണം, മമ്മി എന്നെ എടുത്തുകൊണ്ട് പോണം, വരണം, അതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. എങ്കിലും ദൈവം അവിടെ എല്ലാം എന്നെ സഹായിച്ചു. അങ്ങനെ 10ാം ക്ലാസ് പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കി. അതിന്റെ ഇടയിൽ എനിക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റ് വെച്ചാൽ ഞാൻ വീട്ടില് അന്ന് വീൽ ചെയർ ഉണ്ടായിരുന്നു. അപ്പൊ ആ വീൽ ചെയർ കൊണ്ട് ഞാനിങ്ങനെ വീൽ ചെയറിൽ ഇരിക്കത്തില്ല. വീൽ ചെയറിൽ ഇരിക്കാതെ ഞാൻ പുറകിൽ പിടിച്ചോണ്ട് നടക്കുന്നത്. എനിക്ക് ഇരിക്കുന്നത് ഇഷ്ടമല്ല വീൽ ചെയറിൽ. അപ്പൊ വീൽ ചെയറിൽ പുറകിൽ പിടിച്ചോണ്ട് നടന്നപ്പോ എനിക്ക് കാല് മടങ്ങി പോയിട്ട് കാലിന്റെ പത്തി പോയിട്ട് നിലത്തടിച്ചിട്ട് കാലിന്റെ 3 വിരലങ്ങ് ഒടിഞ്ഞു പോയിട്ട് ഒരു ക്ലാസ്സിന്റെ പരീക്ഷ എഴുതാൻ പോലും എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഞാൻ ആ സമയത്ത് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എനിക്ക് ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നു? ഒന്നാമതേ വയ്യ, പിന്നെ വീഴുകയും ചെയ്തു. വീണിട്ട് കാല് ഒടിയുകയും ചെയ്തു.
അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇത് എന്താ ഇങ്ങനെ വരുന്നത്? അപ്പൊ ദൈവം പറഞ്ഞു, ദൈവം എന്റെ അടുത്ത് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി എന്നുള്ളൊരു ഒരു ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ആ ഒരു അത് പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാ ദൈവമേ ഇങ്ങനെ വരുന്നത്. അത് പിന്നെ ഇന്ന് വരെ എന്ത് പ്രോബ്ലം വന്നാലും ഞാൻ ചോദിക്കത്തില്ല, ചോദിച്ചിട്ടുമില്ല എന്തുകൊണ്ടാ ഇങ്ങനെ വരുന്നതെന്ന്. കാരണം ദൈവം ദൈവം തന്നെ പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി എന്നുള്ള ആ ഒരു വാക്ക് എനിക്ക് ബലമായി. അങ്ങനെ 10ാം ക്ലാസ്സിൽ 80% മാർക്കോടുകൂടി പാസ്സാകാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടുവില് ചേരണമല്ലോ. അപ്പോ പ്ലസ് 2 ചേരണം. അപ്പോ ഞങ്ങള് ഞാൻ 7ാം ക്ലാസ് വരെ ഒരു ഗവൺമെന്റ് സ്കൂളിലും പിന്നെ 8ാം ക്ലാസ് മുതല് വേറൊരു പ്രൈവറ്റ് സ്കൂളിലും ആണ് എനിക്ക് ചേരാൻ പറ്റിയത്. കാരണം ഗവൺമെന്റ് സ്കൂളിൽ 7ാം ക്ലാസ് വരെ ഉള്ളൂ, പിന്നെ എനിക്ക് മാറണം. അപ്പോ ഗവൺമെന്റ് സ്കൂളിലാകുമ്പോ മമ്മിക്ക് പുറത്തിരിക്കാൻ പറ്റും. അവിടെ സ്കൂളിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ കൊടുത്തായിരുന്നു. എന്റെ കൂടെ വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തായിരുന്നു. അപ്പൊ ഈ 8ാം ക്ലാസ്സിൽ വന്നപ്പം 8ാം ക്ലാസ് മുതല് അവര് ചെന്നപ്പോ അവിടുത്തെ ടീച്ചർമാര് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അപ്പൊ ആ ഒരു സമയം ഭയങ്കര വിഷമായി പോയി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവം മമ്മി ഇല്ലാതെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, മമ്മി എന്നെ കൊണ്ടുപോകണം, നോട്ടുകളൊക്കെ എഴുതി തരണം. അപ്പൊ എന്റെ കൂടെ 7ാം ക്ലാസ് വരെ പഠിച്ച ഒരു കൂട്ടുകാരന്റെ വീട് സ്കൂളിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറച്ചുനാള് ഇരുന്നു, നോട്ടുകളൊക്കെ എഴുതി തന്നു, മമ്മീന്റെ കൂടെ ഇരുന്നു. പിന്നെ വന്നപ്പോ അവര് വീട് മാറിപ്പോയി. വീട് മാറിപ്പോയപ്പോ അവിടെ എങ്ങും ഇരിക്കാൻ സൗകര്യമില്ല. അപ്പൊ അപ്പൊ ആകെ വിഷമായി. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന്റെ ഒരു പിറ്റേ ദിവസം തന്നെ എന്റെ ക്ലാസ് ടീച്ചർ മമ്മി വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ഇവിടെ +2 വരുന്നുണ്ട്, +1 +2 വരുന്നുണ്ട്. അപ്പൊ അവിടെ ലാബ് ഉണ്ട്. അപ്പൊ സയൻസ് ലാബ് ഉണ്ട്. സയൻസ് ലാബിൽ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മമ്മി ആണെങ്കിൽ ലാബ് അസിസ്റ്റന്റ് പഠിച്ചതുമായിരുന്നു. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് മമ്മിയോട് ചോദിച്ചു, അവിടെ ലാബ് അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ മമ്മി പറഞ്ഞു, ലാബ് അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയും ദൈവം കൈവിട്ടില്ല. അവിടെ ജോലി ജോലിയോട് കൂടി എന്നെ നോക്കാൻ പറ്റുന്ന ഒരു തരത്തിലോട്ട് ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി തീർത്തു. നമ്മളൊന്നും വിചാരിച്ചില്ല. നമ്മൾ വിചാരിച്ചു എങ്ങനെ പോകും, എങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ദൈവം മുന്നുമേ അത് കണ്ടറിഞ്ഞ് ദൈവം അവിടെ ഞങ്ങൾക്ക് അവിടെ ഒരു ഞങ്ങൾക്കായിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ +2 വന്നതും ആ ഒരു +1 +2 വന്നതും ഞാൻ 8ാം ക്ലാസ്സിൽ ചേർന്നപ്പോഴാണ്. അതെല്ലാം ദൈവം കൊണ്ടുവരുന്ന ഒരു വഴികളാണെന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റുന്നത്. അങ്ങനെ 2007 ജാനുവരി 6ാം തീയതി രക്ഷിക്കപ്പെടുവാനും മെയ് 7ാം തീയതി സ്നാനപ്പെടുവാനും ദൈവം സഹായിച്ചു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PD ജേക്കബ് പാസ്റ്ററുടെ കൈ കീഴിലാണ് ഞാൻ സ്നാനമേറ്റത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക കൂട്ടായ്മയും സഭയും ഞങ്ങൾക്ക് പാലക്കാട് ഉണ്ടായിരുന്നു. അവരുടെയും പ്രാർത്ഥനയും സഹകരണവും എനിക്ക് കൂട്ടുണ്ടായിരുന്നു എപ്പോഴും. അതുപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സയൻസ് എടുക്കണമെന്നായിരുന്നു താല്പര്യം. അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞു, ഇവന് സയൻസ് പറ്റത്തില്ല, സയൻസ് ലാബൊക്കെ ഉണ്ട്, അപ്പൊ ലാബൊക്കെ ചെയ്യാൻ ഇവന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു കൊമേഴ്സ് എടുക്കാൻ പറ്റത്തില്ല, ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സയൻസ് വേണം അല്ലെങ്കിൽ കൊമേഴ്സ് വേണം. അങ്ങനെ സയൻസ് പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു, ഓക്കെ ശരി എന്നാ ഞാൻ കൊമേഴ്സ് എടുക്കുക. എന്നാ ഞാൻ അങ്ങനെ കൊമേഴ്സ് എടുത്തു. കൊമേഴ്സ് എടുത്ത് പഠിച്ചു. ഒരു
കൊമേഴ്സ് +2 പാസ്സായി. പക്ഷെ എനിക്ക് സയൻസ് ആയിരുന്നു കൂടുതലും താല്പര്യം. അത് കിട്ടിയില്ല. പക്ഷെ ഇന്ന് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇന്ന് ഇന്ന് ഇങ്ങനെയുള്ള സ്റ്റുഡൻസിന് സയൻസ് പഠിക്കാൻ പറ്റും. അതിനുള്ള സാഹചര്യം ഇപ്പൊ ഗവൺമെന്റ് പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് 2007, 8, 10 കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കൊമേഴ്സ് എടുത്ത് +2 പാസ്സായി. +2 പാസ്സായി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിക്കാം എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം, ഡിഗ്രി ഏത് ചെയ്യണം, ഡിഗ്രി പലതുണ്ട്, ഏത് ചെയ്യണം, ഏത് കോളേജിൽ പോകണം, അങ്ങനൊക്കെ പല ചിന്തകളും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എനിക്ക് അവിടെ ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ട്. കേരളത്തിലെ നമ്പർ 1 കോളേജാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട്. അവിടെ എനിക്ക് ഞാൻ ആകെ 3 കോളേജിൽ ഞാൻ അഡ്മിഷൻ കൊടുത്തുള്ളൂ. പാലക്കാട് വിക്ടോറിയ കോളേജ്, പിന്നെ പിന്നെ വേറെ 2 കോളേജിലും ഞാൻ ഇത് കൊടുത്തു. അപ്പൊ വേറെ 2 കോളേജിലും ഇത് വന്നു, ഇന്റർവ്യൂ കോൾ വന്നു. ഞാൻ ഇവിടെയും വന്നു, ഗവൺമെന്റ് കോളേജിലും വന്നു. ഗവൺമെന്റ് കോളേജിലും വന്നപ്പം എനിക്കൊരു താല്പര്യം, ഗവൺമെന്റ് അല്ലേ, പക്ഷെ അവിടുന്ന് പോവാ. പക്ഷെ അവിടെ കിട്ടണമെങ്കിൽ, സാധാരണ ഉള്ള ആൾക്ക് കിട്ടണമെങ്കിൽ, നോർമൽ സ്റ്റുഡൻസിന് കിട്ടണമെങ്കിൽ +2 95 എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ കിട്ടുള്ളൂ, ആ കോളേജ് കിട്ടുള്ളൂ. അത്രയ്ക്ക് മാർക്ക് വേണം അവിടെ കിട്ടണമെങ്കിൽ. പിന്നെ ഗവൺമെന്റ് കോളേജ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കോട്ടയുണ്ട്, ഹാൻഡിക്യാപ്റ്റിന്റെ കോട്ടയുണ്ട്. അങ്ങനെ പല 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 കാറ്റഗറി ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി നോക്കാം. അപ്പോ അങ്ങനെ ഞാൻ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി. ആ ഒരു കേരളത്തിലെ നമ്പർ 1 ഗവൺമെന്റ് കോളേജിൽ പഠിക്കുവാനുള്ള സാഹചര്യം ദൈവം അവിടെ ഒരുക്കി തന്നു. അപ്പോഴും മമ്മി എന്റെ കൂടെ വരും, എന്റെ കൂടെ അവിടെ പരീക്ഷ ബുക്കൊക്കെ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് നോട്ടൊക്കെ എഴുതി തരും. അങ്ങനെ ആയിരുന്നു അവിടെയും ഇരുന്നിരുന്നത്. അവിടെയും മമ്മിക്ക് അവിടെ ഒരു സ്റ്റോർ റൂം, ബുക്ക് സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെയും മമ്മിക്ക് ചെറിയൊരു ജോലി ദൈവം അവിടെ കൊടുത്തു. അപ്പൊ അവിടെയും മമ്മിക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് പരീക്ഷ എഴുതുവാനുള്ള നോട്ടുകളൊക്കെ എഴുതി തരുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ മമ്മി എന്നെ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി 3rd ഇയർ 2nd ഇയർ വരെ മമ്മി എന്നെ കൊണ്ടുപോയി എന്റെ കൂടെ ഇരുന്നു. പരീക്ഷ നോട്ടുകളൊക്കെ എഴുതി തന്നു. വൈകുന്നേരം മമ്മി എന്നെ കൊണ്ട് വീട്ടിലോട്ട് വരും. 3rd ഇയർ ആയപ്പം എന്റെ അമ്മച്ചിക്ക് സ്ട്രോക്ക് വന്നു. അപ്പൊ അമ്മച്ചിക്കും കൂടി നോക്കണം. അപ്പൊ മമ്മിക്ക് അവിടെ വീട്ടിൽ ഇരിക്കണം. ആ ഒരു കാരണം കൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു എങ്ങനെ പോകണമെന്ന്, എങ്ങനെ പോകാൻ പറ്റുമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോ എന്റെ കൂട്ടുകാരന്മാര് പറഞ്ഞു, ഡിഗ്രിത്തെ കൂട്ടുകാരന്മാര് പറഞ്ഞു, എടാ ഞങ്ങൾ നോക്കാം നിന്നെ, അമ്മ പോയിക്കോട്ടെ, അതൊന്നും നീ വിഷമിക്കൊന്നും വേണ്ട, അവര് മമ്മി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ എന്നെ രാവിലെ കൊണ്ടുവിടും. പിന്നെ കൂട്ടുകാരന്മാരുടെ കയ്യില് എന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെന്നെ സഹായിക്കും. എല്ലാ കാര്യത്തിനും അവരെന്റെ കൂടെ ഉണ്ട്. എന്റെ ഏതൊരു കാര്യത്തിനും അവര് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു വർഷം അത് ഈ 1ാം ക്ലാസ് മുതൽ ഞാൻ ഈ കോഴ്സുകളെല്ലാം കംപ്ലീറ്റ് ആക്കുന്നിടം വരെ എനിക്കെന്റെ കൂട്ടുകാരന്മാരുണ്ട്. നല്ല കൂട്ടുകാരന്മാരെ ദൈവം എനിക്ക് തന്നത്. എന്റെ എല്ലാ കാര്യത്തിനും അവന്മാര് കൂടുതൽ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഒരു ബലത്തില് ഞാന് കോളേജിൽ പപ്പ കൊണ്ടുവിടും. പിന്നെ വൈകുന്നേരം കൂട്ടുകാരന്മാര് എന്നെ അവിടുന്ന് തന്നെ ബസ് കയറ്റി വിടും. ബസ് കയറ്റി വിടുമ്പോ ഞാൻ പപ്പയെ വിളിക്കും. അപ്പൊ പപ്പ ബസ് സ്റ്റോപ്പിൽ വരും. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പപ്പ എന്നെ വീട്ടിലോട്ട് കൊണ്ടുവരും. അങ്ങനെ ആയിരുന്നു ഡിഗ്രി 3rd ഇയർ കഴിച്ചത്. പിന്നെ അങ്ങനെ
ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി 71% കൂടി പാസ്സാക്കുവാൻ ദൈവം സഹായിച്ചു. ഈ പരീക്ഷകളെല്ലാം എഴുതി തരുന്നതിനും സ്ക്രൈബിനെ ദൈവം ഒരുക്കി തന്നു. ചില പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോ സ്ക്രൈബ് വരാന്ന് പറയും. അപ്പൊ ആ പരീക്ഷയ്ക്ക് സ്ക്രൈബ് ആ സമയത്ത് വരാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ വേറെ സ്ക്രൈബിനെ എടുക്കേണ്ടി വരും. അപ്പൊ അതിനെല്ലാം ദൈവം ഓരോരുത്തരെ ഒരുക്കി തന്നു ആ സമയങ്ങളിലെല്ലാം. ഒരു വിഷമവും കൂടാതെ പരീക്ഷകളൊക്കെ എഴുതി പാസ്സാകും ദൈവം സഹായിച്ചു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ എന്ത് ചെയ്യണം, എം.കോം എം.എക്ക് പോണോ? ഞാൻ BA എക്കണോമിക്സാ എടുത്തത്. അതാ ഡിഗ്രിക്ക് BA എക്കണോമിക്സ് എടുത്തിട്ട് MA എക്കണോമിക്സ് എടുക്കണോ, അതോ MBAക്ക് പോണോ, അതോ എം.കോമിന് പോണോ? എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഡിഗ്രി കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഞങ്ങള് ഡിഗ്രി തേർഡ് ഇയർ ആയപ്പം ഞങ്ങള് ഞങ്ങളുടെ പാലക്കാട്ടത്തെ സ്ഥലം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് അങ്ങനെ സ്ഥലം വിറ്റു. ഞങ്ങള് തൃശ്ശൂര് മാള എന്നുള്ള സ്ഥലത്ത് ഞങ്ങള് സ്ഥലമെടുത്തു. സ്ഥലമെടുത്തിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇനിയിപ്പോ ഡിഗ്രി കഴിഞ്ഞു, നെക്സ്റ്റ് എന്തുവാ? അവിടുന്ന് തൃശ്ശൂർ മാളയിന്ന് UC കോളേജിലോട്ട് പോകണമെങ്കിൽ കുറെ ദൂരമുണ്ട്. പിന്നെ വേറെ തൃശ്ശൂരത്തെ കേരള ഗവൺമെന്റ് കോളേജിലോട്ട് പോകണമെങ്കിലും ഒത്തിരി ദൂരമുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയി പഠിക്കാൻ എനിക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി നിന്ന് താമസിച്ച് പഠിക്കണം, അതും കുറച്ച് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ നോക്കിയപ്പോ ഞങ്ങള് അറിയുന്നത്, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കോളേജ് ഉണ്ട്. അവിടെ MBA ഉണ്ട്. MBA കോളേജാ അവര് അത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ചോദിച്ചു. അപ്പൊ അവര് അഡ്മിഷൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ 1/2 കിലോമീറ്റർ ദൂരത്തിലുള്ള കോളേജില് MBAക്ക് പോകുവാൻ ദൈവം സഹായിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയാ. ഞാൻ 10ാം ക്ലാസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് MBA പഠിക്കണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ ആരോടും പറഞ്ഞില്ല. കാരണം MBA പഠിക്കണമെങ്കിൽ നല്ല ഭയങ്കര കഴിവൊക്കെ ഉള്ളവർക്കേ പറ്റുള്ളൂ. അപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു, MBAക്ക് പോണം, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവം ആ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂര് ഞങ്ങളെ കൊണ്ടുപോയത്. അതും വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള കോളേജ് ഉള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി. അത് കൂടുതൽ ദൂരമാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് 1/2 കിലോമീറ്റർ അടുത്തുള്ള കോളേജുള്ള സ്ഥലത്ത് തന്നെ വീട് വാങ്ങിക്കാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ അങ്ങനെ തൃശ്ശൂര് പോയി മാളയില് MBA കോളേജിൽ ചേർന്നു. MBA കോളേജിൽ ചേർന്നപ്പോ എനിക്ക് ചേരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ചിന്തകളുണ്ടായിരുന്നു. കാരണം MBA ആണ്, സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും, അവര് എന്നെ ഹെൽപ്പ് ചെയ്യുമോ, എനിക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ എനിക്ക് അങ്ങനെ ചിന്തിച്ചു എന്നാൽ ഞാൻ അവിടെ പോയി ചേർന്നു. അവിടെ ചേർന്നപ്പോഴാണ് എനിക്ക് അറിയുന്നത്, ദൈവം എന്നെ അവിടെ കൊണ്ടുപോയി ചേർത്തതുപോലെ എനിക്ക് അവിടെ നല്ല കൂട്ടുകാരെ ദൈവം തന്നു. ഏറ്റവും നല്ല കൂട്ടുകാരെ എനിക്ക് MBAക്ക് കിട്ടി. അവര് ഇപ്പോഴും എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും അവരെന്റെ കൂടെ കാണും. എനിക്ക് ചായ ഒന്നും കുടിക്കാൻ തനിയെ പറ്റത്തില്ല, എനിക്ക് വെള്ളം തനിയെ കുടിക്കാൻ പറ്റത്തില്ല, ഷെയ്ക്ക് ആവും. പിന്നെ ഫുഡ് മാത്രം എനിക്ക് തനിയെ കഴിക്കാൻ പറ്റും. അപ്പോ എനിക്ക് അവര് ചായ പിടിച്ചു തരും, എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. എനിക്ക് അവിടുത്തെ ഒരു ബുദ്ധിമുട്ടും അവരെന്നെ അറിയിച്ചിട്ടില്ല.
MBA-ലത്തെ കൂട്ടുകാരന്മാരും ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാരെ പോലെ തന്നെ MBA ഉള്ള കൂട്ടുകാരന്മാരും എന്നെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെ അവരെന്നെ കൊണ്ട് നടന്നു. അങ്ങനെ MBA നല്ലൊരു കോളേജില് പഠിക്കുവാൻ സാധിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് കോളേജ്, ഹോളി ഗ്രേസ് അക്കാദമി മാനേജ്മെന്റ് സ്റ്റഡീസ്. അവിടെ പഠിച്ചു. അവിടെ MBA കംപ്ലീറ്റ് ആക്കുവാൻ ദൈവം സഹായിച്ചു. കൂട്ടുകാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നല്ല കൂട്ടുകാരന്മാരായി അവര് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ദൈവം എനിക്ക് അവിടെ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ദൈവം എന്നെ സഹായിക്കാൻ വേണ്ടി ഓരോരുത്തരെ ഒരുക്കുന്നുണ്ട്, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. അതിന് നമ്മുടെ ബൈബിൾ തന്നെ പറയുന്നുണ്ടല്ലോ, അബ്രഹാമും ഇസാഖും കൂടി യാഗം കഴിക്കാൻ പോയപ്പോ അവിടെ അതുവരെ കാണാത്ത ആട്ടുകൊറ്റിനെയാണ് ദൈവം അവിടെ അവർക്ക് വേണ്ടി ഒരുക്കിയത്. അതുപോലെയാണ് ഞാൻ നാളെ തൃശ്ശൂർ ചെല്ലുമ്പോ എനിക്ക് ഒരു ഇതുമില്ല, ഒരു ചിന്തയില്ല എവിടെ ചേരും, എങ്ങനെ ചേരും എന്നൊന്നും ഒരു ചിന്തയില്ലായിരുന്നു. പക്ഷെ ദൈവം അബ്രഹാമിന് വേണ്ടി ആട്ടുകൊറ്റിനെ ഒരുക്കിയതുപോലെ അവിടെ എനിക്ക് വേണ്ടി MBA കോളേജും അവിടെ ഒരുക്കി, അടുത്ത് തന്നെ ഒരുക്കി. അതുപോലെ തന്നെ കൂട്ടുകാരെയും ഒരുക്കി. അങ്ങനെ MBA-യുടെ ലാസ്റ്റ് സെമസ്റ്ററിൽ ഞങ്ങൾക്ക് ഒരു കോളേജിൽ ഒരു ടൂറുണ്ട്. കോളേജ് ടൂറ്. അത് ഇവിടെങ്ങും അല്ല, അത് പുറത്ത്, ഇന്ത്യക്ക് പുറത്തുള്ള ടൂറായിരുന്നു. അതുപോലെ തന്നെ ഡിഗ്രിക്കും പഠിക്കുമ്പോഴും ലാസ്റ്റ് സെമസ്റ്ററിൽ ഞങ്ങൾക്കൊരു കോളേജ് ടൂർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂറുണ്ട്. അപ്പോ ഞാൻ ടീച്ചർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ടീച്ചർമാർ പറയും, എടാ നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, നിനക്ക് ടൂറിൽ വന്നാല് അവിടെ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, നിന്നെ നോക്കാൻ ഒരാൾ വേണം, അപ്പൊ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ MBA-ക്ക് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഡിഗ്രി കോളേജിൽ എന്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു, എടാ നിനക്ക് പോണമെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങളുണ്ടല്ലോ, അപ്പൊ നീ വാ. ഞാൻ പറഞ്ഞു, എടാ ഞാൻ വന്നേരം എങ്ങനെ ചെയ്യുന്നത്, ഞാൻ വന്ന എന്ത് ചെയ്യാനാ, എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അപ്പൊ അവര് പറഞ്ഞു, എടാ ഞങ്ങളുണ്ട് കൂടെ, നീ വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവര് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരുടെ കൂടെ തന്നെ എനിക്ക് ടൂർ വരുവാൻ സഹായിച്ചു, ഡിഗ്രിക്കും. അതുപോലെ തന്നെ MBA-ക്കും വന്നപ്പം അതും പുറത്തുള്ള ടൂറാണ്. പുറത്തുള്ള ടൂറ് അത് എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ദൈവം അതിനൊക്കെ എന്റെ കൂട്ടുകാരന്മാരെ അവിടെ ഒരുക്കി. എന്റെ കൂട്ടുകാരന്മാരുടെ ആ ഒരു സഹകരണം കൊണ്ടാണ് എനിക്ക് അവര് എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഡിഗ്രി അവിടെ സ്വിറ്റ്സർലാൻഡിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ആദ്യമായിട്ട് വിദേശത്ത് പോകാൻ ദൈവം സഹായിച്ചു. അങ്ങനെ 5 ദിവസം ഞങ്ങള് സ്വിറ്റ്സർലാൻഡില് കോളേജ് ടൂറുമായിട്ട് ഞങ്ങള് പോകാൻ ദൈവം സഹായിച്ചു. അതും ഒരു ദൈവത്തിന്റെ ആ ഒരു കരുതലാണ് എല്ലായിടത്തും എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത്. അങ്ങനെ MBA-ക്ക് അങ്ങനെ ആ കോളേജ് ടൂറൊക്കെ നന്നായിട്ട് ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ ഡിഗ്രി കഴിഞ്ഞു, MBA കഴിഞ്ഞപ്പോ ജോലി വേണമല്ലോ. MBA കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ജോലിയുടെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളും നടന്നു, പല കാര്യങ്ങളും വന്നു, പല ചിന്തകളും വന്നു. അതിലെല്ലാത്തിനും ഞാൻ നോക്കുമ്പോ എന്തുവാ, എനിക്ക് തനിയെ പോകാൻ പറ്റത്തില്ല, ആരെങ്കിലും കൂടെ വരണം. പിന്നെ അവിടെ ചെന്നാലും എനിക്ക് ചായയോ കാപ്പിയോ വെള്ളമോ ഒന്നും പിടിച്ചു കുടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് ആരെങ്കിലും കൂടെ ഉണ്ടാകണം. പിന്നെ അവിടുത്തെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള
എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എനിക്ക് കൂടെ ആരെങ്കിലും വേണം. അപ്പൊ ഈ ഇങ്ങനെ ഒക്കെ ഞാൻ ചിന്തിച്ചപ്പം എന്തായാലും പാരന്റ്സിനെ കൊണ്ട് ജോലിക്ക് പോയിട്ട് അവിടെ ഇരിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ജോലിക്ക് പോയാലും അവിടെ ഇരുന്ന് എന്റെ കൂടെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല, അത് ഉറപ്പാ. അപ്പൊ ഞാൻ ഈ ചിന്തിക്കുക എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ പല ഇന്റർവ്യൂകളും പല ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂ ഒക്കെ പോകുമ്പോൾ ഒരു ഇന്റർവ്യൂ നടത്തും. അപ്പൊ അവര് പറയും ഞങ്ങൾ അറിയിക്കാം കേട്ടോ. പിന്നെ അവര് അവര് ഒരു വിവരം കാണില്ല. പിന്നെ അങ്ങനെ ഒരു ദിവസം തിങ്കളാഴ്ച ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അപ്പോഴേ മനസ്സിലായി അത് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വീട്ടിൽ വന്നിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു കോള്. ഞാനൊരു ഒരു ഒരു കൺസൾട്ടൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി ആയിരുന്നു. അപ്പൊ ഞാനതില് രജിസ്റ്റർ ചെയ്തായിരുന്നു. കിട്ടുമോ കിട്ടാണ്ടിരിക്കോ അതൊക്കെ വേറെ കാര്യം. ഞാൻ ചുമ്മാ അങ്ങ് രജിസ്റ്റർ ചെയ്തു ഒരു ദിവസം. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഞാനത് നോക്കിയപ്പം എനിക്ക് ആ തിങ്കളാഴ്ച വൈകുന്നേരം എനിക്കൊരു കോൾ വരുന്നു. നിങ്ങൾക്ക് ഈ ഫ്രൈഡേ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ബാംഗ്ലൂരാണ്, നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ബാംഗ്ലൂര് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കോൾ വരുന്നു. ഞാൻ എടുത്ത വാക്കി തന്നെ പറഞ്ഞു വരാന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ ഞാൻ ഓർക്കുന്നത് അയ്യോ ബാംഗ്ലൂര് എങ്ങനെ പോകും. പിന്നെ ഓർക്കുന്നത് ഞാൻ എടുത്ത വായിക്ക് പറഞ്ഞു പോകാന്ന്. ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ, എവിടെ ആണെങ്കിലും ഇന്റർവ്യൂവിന് പോകാന്ന് പറഞ്ഞു. പക്ഷെ പിന്നാണ് ഞാൻ വിചാരിക്കുന്നത് അയ്യോ എങ്ങനെ പോകും, ബാംഗ്ലൂരാണ്. ബാംഗ്ലൂര് ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. ആരും അറിയത്തില്ല, ആരും ഇല്ല ഇവിടെ. ഞങ്ങൾ ബന്ധുക്കളോ ആരും ഇല്ല. ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരും ഇല്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ബാംഗ്ലൂര് ഉണ്ടായിരുന്നു. അങ്ങനെ ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് ആള് പറഞ്ഞു ഇവിടെ നല്ല കമ്പനിയാ, കുഴപ്പമില്ല, നീ വരാൻ പറഞ്ഞു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വ്യാഴാഴ്ച വൈകുന്നേരം അവിടുന്ന് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയിട്ട് ഞങ്ങള് ബാംഗ്ലൂര് വന്നു. ബാംഗ്ലൂർ വന്നപ്പോഴും ഇവിടെ വന്നപ്പോഴും അവിടെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് നമ്മുടെ കമ്പനിയിൽ ഇന്റർവ്യൂവിന് മുമ്പ്. അപ്പൊ റിട്ടേൺ ടെസ്റ്റ് എഴുതുന്നതിനും എനിക്ക് ബുദ്ധിമുട്ടല്ലേ, എനിക്ക് റൈറ്റിംഗ് പറ്റില്ലേ. റൈറ്റിങ്ങിന് ഭയങ്കര പ്രോബ്ലം ഉള്ളതുകൊണ്ട് ടെസ്റ്റുകളൊക്കെ എഴുതി തരുന്നതും സ്ക്രൈബ് വെച്ചിട്ടാണ്. ബാങ്കിന്റെ ടെസ്റ്റ്, ഏത് ടെസ്റ്റ് എഴുതിയതും സ്ക്രൈബിനെ വെച്ചായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ വരുമ്പോ ആര് കാണും. അപ്പോഴാണ് എന്റെ ഒരു ചേച്ചിയുണ്ട് ഇവിടെ ബാംഗ്ലൂർ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ മോളുണ്ട്. അപ്പൊ ആ മോളോട് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ എഴുതി തരാന്ന് പറഞ്ഞു. അപ്പൊ ആ മോള് വന്നു, പരീക്ഷ എനിക്ക് റിട്ടേൺ ടെസ്റ്റ് എഴുതി തന്നു. ദൈവം സഹായിച്ചിട്ട് റിട്ടേൺ ടെസ്റ്റ് പാസ്സായി. റിട്ടേൺ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞപ്പോ അവർ ഇന്റർവ്യൂ വിളിച്ചു. ഇന്റർവ്യൂ നടത്തി. ഇന്റർവ്യൂവില് ദൈവം സഹായിച്ചിട്ട് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത്, എനിക്കിവിടെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഇവിടെ ഭയങ്കര എനിക്ക് കിട്ടുമോന്നൊരു ഡൗട്ടായിരുന്നു. കാരണം ഇവിടെ വന്നവരെല്ലാം ഭയങ്കര ക്വാളിഫിക്കേഷൻസ് ഉള്ളവരും ഭയങ്കര ഈ ഇംഗ്ലീഷും ഭയങ്കര ക്വാളിഫിക്കേഷൻസും ഭയങ്കര കഴിവുള്ളവരാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു എനിക്കിവിടെ കിട്ടുമോ, കിട്ടിയ ദൈവം സഹായിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ കിട്ടണമെന്നുണ്ട്. ബാംഗ്ലൂരാണ്, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് വീട്ടിൽ പോയിട്ട് ഞാന് വെള്ളിയാഴ്ച ആയിരുന്നു ഇന്റർവ്യൂ, ശനിയാഴ്ച വീട്ടിലെത്തി.
ഞായറാഴ്ച കഴിഞ്ഞു. തിങ്കളും ചൊവ്വയും ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, ഇവിടെ കിട്ടണം, ദൈവം ഇതാണെങ്കിൽ ഇവിടെ കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തിങ്കളും ചൊവ്വയും കഴിഞ്ഞു, ബുധനാഴ്ചയായി. ബുധനാഴ്ച വൈകുന്നേരം എനിക്ക് ഒരു ഫോണില് കോൾ വന്നു, നിങ്ങൾ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ സെലക്ട് ആയി. അങ്ങനെ ഇന്റർവ്യൂ പാസ്സായി. ഇവിടെ ഇന്റർവ്യൂവില് ഇവിടെ കോൾ ലെറ്റർ എനിക്ക് വന്നു. അതും ANZ ബാങ്ക് എന്നുള്ളൊരു കമ്പനിയിലാണ്. ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ് ബാങ്കിങ് ഗ്രൂപ്പിന്റെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് സർവീസസ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇവിടെ കിട്ടിയത്. അവിടെ എനിക്ക് അങ്ങനെ അതിന്റെ പ്രോസസ് എല്ലാം കഴിഞ്ഞു. അതിന്റെ പ്രോസസ് എല്ലാം കഴിഞ്ഞപ്പോ എനിക്ക് ഇവിടെ കിട്ടി. പക്ഷെ ഇവിടെ വരണ്ടേ, ബാംഗ്ലൂർ വരണം, ബാംഗ്ലൂർ വന്നിട്ട് താമസിക്കണം, അതിനുള്ള ആളെ കാണുന്നു, അതിനുള്ള സാഹചര്യം കാണുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോ ഇവിടെ ആരെയും കാണുന്നില്ല, ഇവിടെ എങ്ങനെ വരും, ഇവിടെ ആരെയും പരിചയമില്ല. അപ്പോൾ ഞങ്ങള് പപ്പയുടെ അനിയന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്, ഒരു പാസ്റ്ററാണ്. അപ്പൊ ആ പാസ്റ്റർക്ക് അറിയുന്ന ഒരു ആള് ഇവിടെ ഉണ്ട്. അപ്പൊ ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ ഇവിടെ ഒരു ആള് ഇവിടെ മാനേജറായിട്ടുള്ളൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഇവിടെ ആ അപ്പാർട്ട്മെന്റിൽ തന്നെ എനിക്ക് താമസിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കി. അങ്ങനെ അതും ആ അപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. കാരണം എനിക്ക് സ്റ്റെപ്പ് കയറി പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ വേണം. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിൽ ആകെ 2 ഫ്ലാറ്റേ ഉള്ളൂ. അപ്പൊ ഒരു ഫ്ലാറ്റ് ഓൾറെഡി ഒക്യുപ്പൈഡ് ആയി. അപ്പൊ ഒരു ഫ്ലാറ്റ് അവിടെ വേറെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പം അവര് അപ്പോ പലരും വന്ന് നോക്കിയായിരുന്നു ആ ഫ്ലാറ്റ്, ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആ ഫ്ലാറ്റ്. പക്ഷെ അത് നോക്കിയവർക്കൊന്നും അത് വാങ്ങിക്കാൻ സാധിച്ചില്ല. അത് ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി. അങ്ങനെ ഇവിടെ വന്നു ബാംഗ്ലൂര് ഹൊറമാവില്. ഞങ്ങള് ബാംഗ്ലൂർ വന്നിട്ട് ഞങ്ങള് ആ ഫ്ലാറ്റിൽ തന്നെ, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ദൈവം ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫ്ലാറ്റിൽ തന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജോലി കിട്ടി, താമസ സൗകര്യം കിട്ടി. പിന്നെ ദൈവത്തെ ആരാധിക്കണം, അതിനുള്ള ചർച്ച് വേണം. ബാംഗ്ലൂര് ഏത് ചർച്ച്? അങ്ങനെ നോക്കിയിരുന്നപ്പോഴാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു ചർച്ചുണ്ട്, IPC ബഥേൽ വർഷിപ്പ് സെന്റർ. അത് ഈ കർണാടകയിലെ IPCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചർച്ചാണ്. അവിടെ ഞങ്ങളുടെ തൊട്ടടുത്താണ്, ഇവിടുന്ന് ഒരു 5 മിനിറ്റോളം ദൂരം. അപ്പൊ അങ്ങനെ ആ ചർച്ചിലത്തെ ഒരു പാസ്റ്റർ ആയിരുന്നു പാസ്റ്റർ ഷാജി ബേബി പാസ്റ്റർ. ആ ചർച്ചിലെ വിശ്വാസിയായിരുന്നു സൈറസ് അങ്കിള്. അപ്പൊ ആ സൈറസ് അങ്കിള് നോക്കിക്കൊണ്ടിരുന്ന ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് താമസിക്കാൻ ദൈവം ഒരുക്കിയത്. അങ്ങനെ ഞങ്ങള് അടുത്തുള്ള നല്ലൊരു ചർച്ചില് ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുവാനും അവിടെ പോകുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം സഹായിച്ചു. ഇന്നും അവിടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ദൈവത്തിന്റെ കൃപ, നല്ലൊരു ചർച്ച് ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. ആ ചർച്ചിലുള്ള വിശ്വാസികളുടെയും പാസ്റ്റർമാരുടെയും പ്രാർത്ഥനയാലും അനുഗ്രഹത്താലും ഇന്നും ഞങ്ങള് അവിടെ ആരാധിക്കാൻ പോകുന്നു. ഞങ്ങള് അതുപോലെ തന്നെ ചിന്തിച്ചു, ബാംഗ്ലൂർ വരുമ്പോ ആരുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലോ ആരുണ്ടാവും. കാരണം ഒരു സ്റ്റേറ്റ് വിട്ട് മറ്റു സ്റ്റേറ്റ് വരിക, നാട്ടിലാണെങ്കിൽ നമുക്ക് ബന്ധുക്കളും എല്ലാവരും ഉണ്ട്, നമ്മുടെ അയൽപ്പക്കക്കാരെല്ലാവരും ഉണ്ട്. പക്ഷെ ഒരു സ്റ്റേറ്റ് വിട്ട് മറ്റു സ്റ്റേറ്റ് വരുമ്പോ ആര് കാണും നമ്മുടെ കൂടെ? അതൊരു ചിന്തയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം ചർച്ചിലത്തെ വിശ്വാസികളും പാസ്റ്റർമാരും എല്ലാവരും ഞങ്ങൾക്ക് സഹായമാണ്, ഇന്നും സഹായമായി ഇരിക്കുന്നു. അങ്ങനെ ഞാന് ഇവിടെ വന്ന് 2016 മെയ് 6-ാം തീയതി ജോലിക്ക് കയറിയപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു,
എന്റെ MBA കഴിഞ്ഞപ്പോഴുള്ള ചിന്ത എന്തായിരുന്നു? ആര് കൊണ്ടുപോകും, ജോലിക്ക് പോകണം, ആര് കൂടെ വരണം, പിന്നെ അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വേണം. അതൊക്കെയായിരുന്നു എന്റെ ചിന്ത. പക്ഷെ ഇവിടെ വന്നപ്പോ ദൈവം അതിനെല്ലാം ഞാൻ എന്തൊക്കെ ഭാരപ്പെട്ടു, അതിനെല്ലാത്തിനും ഒരു ഉത്തരമായിട്ടുള്ള ഒരു ജോലിയാണ് ദൈവം എനിക്ക് ഇവിടെ തന്നത്. കാരണം എനിക്ക് പോയി വരാൻ വേണ്ടിയിട്ട് അവര് ക്യാബ് വിടും, ക്യാബ് പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും ക്യാബ് വിടും അവര്. പിന്നെ അവിടെ കമ്പനിയിൽ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ സെപ്പറേറ്റ് ആൾക്കാരെ അവർ വെച്ചിട്ടുണ്ട്. ഞങ്ങളെ പോലുള്ള ആൾക്കാരെ അവര് കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു കമ്പനിയിൽ എനിക്ക് ജോലി ദൈവം തന്നു. എനിക്ക് MBAക്ക് മീൻസ് ഞങ്ങള് ഡിഗ്രിക്കും +2 പഠിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ടീച്ചർമാരൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചർമാരൊക്കെ പറഞ്ഞു, ഓ അവന് ഈ ചെറിയ വല്ല ജോലി കിട്ടുള്ളൂ, അവന് ഈ മൾട്ടിനാഷണൽ കമ്പനീസിൽ ഒന്നും ജോലി കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നിനക്ക് മൾട്ടിനാഷണൽ കമ്പനിയിലൊന്നും ജോലി കിട്ടത്തില്ല, അവിടെയൊക്കെ കിട്ടുന്നത് നല്ല കഴിവുള്ളവരും നല്ല പേഴ്സണാലിറ്റി ഉള്ളവരും ഒക്കെ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി കിട്ടത്തുള്ളൂ എന്ന് അവര് പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ ആ പദ്ധതി വേറെയായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി വേറെ ആയിരുന്നുകൊണ്ട് എനിക്ക് മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള ANZ തന്നെ എനിക്ക് നല്ലൊരു ജോലി ദൈവം തന്നു. അതും ഞാൻ ഭാരപ്പെട്ടതിനൊക്കെ ഒരു ഉത്തരമായിട്ടുള്ളൊരു ജോലിയാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ ഇപ്പോ 2016 മുതൽ ഇന്ന് വരെ ഞാൻ ഈ കമ്പനി തന്നെ ജോലി ചെയ്യുന്നു. അവിടെ തന്നെയാണ് അവിടെ ഞങ്ങളെ പോലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവര് നല്ല ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി ഒരു കമ്പനികളും അത്രയും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യത്തില്ല. കാരണം ഞങ്ങൾക്ക് വീൽ ചെയർ, ഞങ്ങള് സപ്പോർട്ട് ചെയ്യാനുള്ള സെപ്പറേറ്റ് ആൾക്കാർ, ഏത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സെപ്പറേറ്റ് ആൾക്കാരെ വെക്കും. എന്റെ കൊളീഗ്സ് അല്ലാതെ അവര് വേറെ സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള സെപ്പറേറ്റ് ആൾക്കാരെ അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കമ്പനിയിൽ ദൈവം ജോലി തന്നു. അങ്ങനെ അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ മാനേജർമാരും എല്ലാവരും നല്ലൊരു നല്ല ആൾക്കാരാണ്, നല്ല മനോഭാവമുള്ള ആൾക്കാരാണ്. അല്ലാതെ ഈ അയ്യോ ഹാൻഡിക്യാപ്ഡ് ഡിസേബിൾഡ് ഇവനും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളവര്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത്. അപ്പൊ അങ്ങനെ എനിക്ക് നല്ലൊരു നന്നായിട്ട് ജോലി ചെയ്യുക ദൈവം സഹായിച്ചു. ഇന്ന് വരെയും അവിടെ തന്നെ ജോലി ചെയ്യുന്നു. അങ്ങനെ ദൈവം എനിക്ക് നല്ലൊരു ജോലി തന്നു. അപ്പൊ ജോലി തന്നപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് വിവാഹം. വിവാഹം എന്ന് വെച്ചാല് അത് ഞാനിങ്ങനെ ചിന്തിച്ചു, എങ്ങനെ ചെയ്യും, എങ്ങനെ വിവാഹം കഴിക്കും, ആര് അതിന് തയ്യാറായി വരും എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് ഇതാണെങ്കിൽ നടക്കട്ടെ, നമ്മുടെ ഇതല്ലല്ലോ, ദൈവത്തിന്റെ ഇതാണെങ്കിൽ നടക്കട്ടെ എന്നിങ്ങനെ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളെ അപ്പച്ചനും ഉണ്ടായിരുന്നു. അപ്പൊ അപ്പച്ചന്റെ പ്രാർത്ഥന എന്ന് വെച്ചാല് 5 കാര്യം വെച്ചായിരുന്നു അപ്പച്ചൻ പ്രാർത്ഥിച്ചത്. ഒന്ന്, വിവാഹം കഴിക്കുമ്പോ ഒന്ന് പെൺകുട്ടി എന്നെ മാത്രം മതി എന്ന് പറയണം. പിന്നെ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ ഡിഗ്രിയോ അല്ലെങ്കിൽ ജോലിയോ ഉണ്ടായിരിക്കണം. പിന്നെ വിശ്വാസിയായിരിക്കണം. പിന്നെ അഭിഷേകം പ്രാപിച്ചവളായിരിക്കണം. അങ്ങനെ ഈ ഒരു 5 കാര്യം വെച്ചാണ് അപ്പച്ചൻ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ ഹിതമുള്ള ആള്, ദൈവത്തിന്റെ ഹിതം എന്തോ അതുപോലെ ഉള്ള ഒരാൾ ആയിരിക്കണം എനിക്ക് ജീവിത പങ്കാളിയായിട്ട് വരേണ്ടത് എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാന് ഇന്നത്തെ അരോമ മാട്രിമോണി ആയിട്ടുള്ള അന്നത്തെ ഹോളി മാട്രിമോണി ആയിരുന്നു. അപ്പൊ അതിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു.
രജിസ്റ്റർ ചെയ്തപ്പോ ഞാൻ പല പല പ്രപ്പോസൽസും വന്നു നോക്കി. അത് അതിലൊക്കെ വിളിച്ചപ്പോ അവര് പറയും ആ ഇത് ഇങ്ങനെയുള്ള പ്രോബ്ലം ഉള്ള ആളാന്ന് പറയുമ്പോ അവര് പറയും പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് അത് കോള് കട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു പ്രൊഫൈല് കാണുന്നതും ഒരു അതിലോട്ട് വിളിച്ചു ചോദിക്കുന്നു. അപ്പൊ വിളിച്ചു വെച്ചപ്പോ അവര് പറഞ്ഞു ഓക്കെ അന്ന് ഓക്കെ ഞങ്ങൾ മോളുമായിട്ട് സംസാരിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സംസാരിച്ചു. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു ആ കുഴപ്പമില്ല, എനിക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോയി ദൈവം സഹായിച്ചിട്ട് അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് പെണ്ണും കണ്ടു. അപ്പൊ അവിടെ എല്ലാരും ഉണ്ടായിരുന്നു, വീട്ടുകാരെല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാരെല്ലാം എതിർത്തു. മീൻസ് ഇങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കുന്നതിന് എതിർത്തു. അത് സ്വാഭാവികം. അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ചിന്തകളും പ്രയാസങ്ങളും ഒക്കെ കാണുമല്ലോ. അപ്പൊ അത് സ്വാഭാവികം. പക്ഷെ ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഇയാളെ തന്നെ മതി, കല്യാണം കഴിക്കുന്നെങ്കിൽ ഇയാളെ തന്നെ മതി. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഡ്രൈവിംഗ് അറിയാം, ഡിഗ്രി പാസ്സായിട്ടുണ്ട്, പിന്നെ അഭിഷേകം പ്രാപിച്ചവളാണ്, വിശ്വാസിയാണ്. അപ്പൊ അപ്പച്ചന്റെ ആ ഒരു 5 പോയിന്റ് വെച്ചിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം അവിടെ മറുപടി തന്നു. അങ്ങനെ 2019 ജനുവരി 7-ാം തീയതി വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് മുമ്പ് കുറെ പ്രോബ്ലം ഉണ്ടായിരുന്നു. മീൻസ് വീട്ടില് അവരുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം പെൺകുട്ടിയെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഇങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കാൻ പറ്റുമോ, എങ്ങനെയായിരിക്കും നിന്റെ ജീവിതം എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞു എനിക്കിത് മതി, ദൈവം എന്നെ കാണിച്ചതാണ്, ദൈവം എനിക്ക് തന്നതാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടി ഞങ്ങള് 2019 ജനുവരി 7-ാം തീയതി വിവാഹിതരായി. അങ്ങനെ വിവാഹം നല്ലൊരു രീതിയിൽ ബാംഗ്ലൂര് ഞങ്ങളുടെ ചർച്ച് വെച്ച് തന്നെയാണ് നടന്നത്. അതിനും ഞങ്ങളുടെ എല്ലാ ചർച്ച് മെമ്പേഴ്സും അതിനെല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തെ പോലെ, കുടുംബാംഗങ്ങളെ പോലെയാണ് ഇപ്പോഴും അവര് ഞങ്ങളോട് കൂടെ ഉള്ളത്. അതുപോലെ തന്നെ ഞങ്ങള് 2000 അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഇന്ന് ഈ കഴിഞ്ഞ 7-ാം തീയതി ഞങ്ങള് 5-ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. അങ്ങനെ 2020 ജൂലൈ 22-ാം തീയതി ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ ദൈവം ദാനമായി തന്നു. അതിനും ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ ഇത് പകരുമോ, എന്റെ കുഞ്ഞിനും വരുമോ എന്നൊക്കെ വളരെ ഭാരപ്പെട്ടൊരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഹിതമായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം തന്നു. ഇന്നവർക്ക് 3.5 വയസ്സുണ്ട്. അങ്ങനെ ഞങ്ങള് ഇവിടെ വന്നപ്പോഴും ദൈവത്തോട് കൂടുതലായിട്ട് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ബാംഗ്ലൂർ വന്നപ്പോൾ ദൈവം തന്നു. കാരണം ഞാൻ അവിടെ നാട്ടിലായിരുന്നപ്പോ എനിക്ക് ചർച്ചിൽ പോവുക വരിക അത് മാത്രമായിരുന്നു ഉള്ളൊരു ഇത്. ഇവിടെ വന്നപ്പോ എനിക്ക് സൺഡേ സ്കൂളില് ടീച്ചറായിട്ട് സർവീസ് ചെയ്യാനുള്ള ദൈവം സഹായിച്ചു. സൺഡേ സ്കൂളിന്റെ ടീച്ചറാണ്. അങ്ങനെയൊക്കെ പലതരത്തിലും ദൈവത്തെ സേവിക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഇതിലൂടെ കിട്ടി. അതുപോലെ തന്നെ യൂത്തിന്റെ മീറ്റിങ്ങിനെല്ലാം പങ്കെടുക്കുവാൻ ദൈവം സാധിച്ചുകൊണ്ടിരിക്കുന്നു. യൂത്തിന്റെ ഭരണ കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവത്തിന് വേണ്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുക, പ്രവർത്തിക്കുവാനുള്ളൊരു ഭാഗ്യവും ദൈവം എനിക്ക് ഇതിലൂടെ തന്നു. ഈ ഒരു ബാംഗ്ലൂർ വരവിലൂടെ ദൈവം സഹായിച്ചു. അങ്ങനെ ഇതുവരെയും ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങള് താല്പര്യപ്പെടുന്നു. അങ്ങനെ ഈ അവസരം ഒരുക്കി തന്ന
പാസ്റ്ററോട് നന്ദി പറയുന്നു. ആമേൻ, 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 ആമേൻ. വർഗീസ് കുരുവിള സഹോദരനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് വരുന്നതിന് പരിമിതികൾ ഒരിക്കലും ദൈവം ലിമിറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല പരിമിതികൾ ഉണ്ടായിരിക്കാം. സെറിബ്രൽ പ്ലാസി എന്ന് പറയുന്ന ആ ഒരു ആരോഗ്യ പ്രശ്നമുള്ള വാത്സല്യ സഹോദരൻ വർഗീസ് കുരുവിള വളരെ ചെറുപ്പം മുതൽ തന്നെ വളരെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതം ആരംഭിച്ചെങ്കിലും എങ്ങും പരാജയപ്പെട്ടിട്ടില്ല. ജീവിതത്തിൽ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഇന്നും വിജയശ്രീലാളിതനായിട്ടാണ് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം നിൽക്കുന്നത്. ഇങ്ങനെ ഒരു സമയം കണ്ടെത്തുവാനിടയായി തീർന്നത് എന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വാത്സല്യ സഹോദരന്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ നിറകണ്ണുകളോടെയാണ് ഇവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, കണ്ടിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ആരോഗ്യമോ സാമ്പത്തികമോ അതല്ല അവന്റെ ജീവിതത്തിൽ അവൻ ഏത് പശ്ചാത്തലത്തിൽ നിന്നുള്ളവനാണെന്നോ ഒന്നും പ്രശ്നമല്ല. അവനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം പടിപടിയായി അവന്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ തന്നെ അവനെ നിർത്തുവാൻ, ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണയായിത്തീരും. ആ ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം വാത്സല്യ സഹോദരൻ വർഗീസ് കുരുവിളയെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞാൻ ആ വാത്സല്യ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ കുഞ്ഞുനാൾ മുതൽ ഒരേ ഒരു മകൻ, വേറെ കുഞ്ഞുങ്ങളില്ല, ആ മകന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച് അവന്റെ സ്കൂൾ വിദ്യാഭ്യാസം മുഴുവനും കോളേജ് വിദ്യാഭ്യാസത്തിലും അവനോടൊപ്പം സഞ്ചരിച്ച് സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും കൂടെ ഇരുന്ന് ദിവസം മുഴുവനും കൂടെ ഇരുന്ന് അവന്റെ നോട്ടുകളെല്ലാം തയ്യാറാക്കി കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അവന്റെ ആഹാര കാര്യാദികളും മറ്റുള്ള ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്ത് പഠിക്കാൻ സഹായിച്ച് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആ വാത്സല്യ മാതാവിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ആ പിതാവിനെ സല്യൂട്ട് ചെയ്യുന്നു. ആ സ്നേഹനിധിയായ മാതാവും പിതാവും എത്ര ധന്യരാണ്. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ മകനെ വളർത്തി ഒരുക്കിയെടുക്കുവാൻ, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവം സഹായിച്ചു. മാത്രമല്ല ആ കോളേജ് ജീവിതത്തില് അമ്മയ്ക്ക് പോകുവാൻ കഴിയാത്ത ഇടത്തേക്ക് ഒത്തിരി കൂട്ടുകാര് ഫ്രണ്ട്സ് വളരെ സപ്പോർട്ട് ചെയ്തു. ആ കൂട്ടുകാരെ ഞാൻ സല്യൂട്ട് ചെയ്യുക. ആ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വർഗീസ് കുരുവിളയെ സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഗീസ് കുരുവിള ഇന്ന് ഈ നിലയിലായിരിക്കുന്നതിന്റെ പിന്നിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും സുഹൃത്തുക്കളുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ആണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ആ വ്യക്തി എത്ര തകർച്ചയുടെ നടുവിലൂടെ കടന്നു പോയാലും, എത്ര വലിയ പ്രശ്നത്തിന്റെ നടുവിലൂടെ കടന്നു പോയാലും, ഏത് അസ്വാഭാവികമായ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ പോലും അതിന്റെ നടുവിലും ആ വ്യക്തിയെ ദൈവം രൂപപ്പെടുത്തി എടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവ് സഹായിക്കട്ടെ. വർഗീസ് കുരുവിളയുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും അരോമ ടിവിയിലെ ഓരോ പ്രേക്ഷകർക്കും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പ്രചോദനം പകരുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. അതിനായി ദൈവം സഹായിക്കട്ടെ. ആകട്ടെ വർഗീസിന്റെ ജീവിതത്തിലേക്ക് ഈ വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ജീവിത പങ്കാളിയായിട്ട് കടന്നു വന്ന ആളിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് വിളിക്കാമോ? ഓക്കെ, വിളിക്കാം. ഓ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഓക്കെ. പേരെങ്ങനെയാ? ശ്രുതി. ഓക്കെ. ശ്രുതിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വർഗീസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ജീവിത പങ്കാളി എന്ന നിലയിൽ
വലിയ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല. ദൈവം എല്ലാത്തിനും ഒരുക്കിയതല്ലേ. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രുതി എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നു. ഓക്കെ 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 ഒരു ഹെയർ ഓയിലിന്റെ ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെയാ ശ്രുതിയുടെ വീട്? എന്റെ വീട് തൃശ്ശൂര്. പ്രോപ്പർ ജനിച്ചതും വളർന്നതും മുഴുവൻ തൃശ്ശൂര്. ഓക്കെ. ശ്രുതി, പിന്നെ നിങ്ങളുടെ കല്യാണം നടന്നത് അരോമ മാട്രിമോണിയിൽ നമ്മുടെ അതെ 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 വെബ്സൈറ്റിലൂടെ അതെ അല്ലേ? അതെ. കല്യാണത്തിന് ടൈം ആയപ്പോ തന്നെ നമ്മള് ദൈവമക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് പാസ്റ്റർ ഇതായിരുന്നു. ഞങ്ങളുടെ ചർച്ചിൽ മുഴുവൻ ആളുകൾ തന്നെയായിരുന്നു. അപ്പൊ ഫുള്ള് ചർച്ചിലെ ആന്റിമാരും അമ്മയൊക്കെ ഫുള്ള് എപ്പോ നോക്കിയാലും അതന്നെ നോക്കിക്കൊണ്ടിരിക്കും. കല്യാണ ടൈം ആയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം തരില്ല. കല്യാണം കഴിച്ചാ വിട്ടാ മതി ഇത്. അത് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന അങ്ങനെ ആളുടെ ഫോട്ടോ കണ്ടത്. അല്ല ഇങ്ങോട്ട് വിളിച്ചതാ എന്നെ. എനിക്ക് അത് വഴി കുറെ ആലോചന വന്നിട്ടുണ്ട്. ഒരു 5-8 ആലോചന വന്നിട്ടുണ്ടോ. ഏകദേശം ഉറച്ചെല്ലാം ശരിയായി. പക്ഷെ എനിക്ക് മാത്രം ഇഷ്ടപ്പെടില്ല. വേണ്ടാന്ന് പറയും ഞാൻ. എന്തോ എനിക്ക് തന്നെ തോന്നുന്നത് എന്തോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നല്. എന്റെ ഉള്ളിൽ തന്നെ പറയും ഇത് ശരിയാവണില്ലല്ലോ. നമ്മ പറയും ഇത് കുഴപ്പമൊന്നുമില്ല, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് പറഞ്ഞു എന്തോ ഒരു കുഴപ്പമുണ്ട് അമ്മ, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ പറയും. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴാണ് ഈ ആലോചന വന്നേ. അതും ഞങ്ങളുടെ തലേദിവസം ഇവര് വിളിക്കുന്നതിന് തലേദിവസം ഞാൻ പാസ്റ്റർ ആന്റിയുടെ വീട്ടിലായിരുന്നു. പാസ്റ്റർ ഒറീസയില് സുവിശേഷ വേലയ്ക്ക് പോയിരിക്കായിരുന്നു. അപ്പൊ പാസ്റ്റർ ആന്റിക്ക് കൂട്ടിന് വേണ്ടി പോയത്. അപ്പൊ പാസ്റ്റർ ആന്റി ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോ ആളുടെ ഫോട്ടോ കണ്ടു. അപ്പൊ ഞാൻ കണ്ട പക്ഷെ ഞാൻ പറഞ്ഞു ആൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, ചേട്ടന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മീൻസ് കണ്ടപ്പോ തന്നെ നമ്മൾ നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോ തന്നെ മനസ്സിലായി ആൾക്ക് എന്തോ ഫിസിക്കലി പ്രോബ്ലം ഉണ്ടെന്ന്. എന്നിട്ട് പിറ്റേ ദിവസം അമ്മ വിളിച്ചു എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ആലോചന വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കറിയില്ല ഈ കണ്ട ആളാന്ന് എനിക്കറിയില്ല. ഒരു ആലോചന വന്നിട്ടുണ്ട്, നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ പഠിപ്പ് അറിവില്ലാത്ത ആളായതുകൊണ്ട് അപ്പൊ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല, എന്തോ ഫിസിക്കലി പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ നമ്പർ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്പർ കൊടുത്തപ്പോ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വന്നു, പ്രൈസ് ദി ലോർഡ് എന്ന് മെസ്സേജ് അയച്ചത്. അപ്പൊ എനിക്ക് ഓക്കെ ദൈവമകൻ ആദ്യം സാധാരണ അങ്ങനെ ഒരു കല്യാണാലോചനയായിട്ട് വരുമ്പോ അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ദൈവമകനാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ റൂഡായിട്ട് സംസാരിച്ചത്, കുറച്ച് റൂഡായിട്ട് സംസാരിച്ചത്. എനിക്കിങ്ങനെ ആലോചന വന്ന് ഭയങ്കര ഇഷ്ടപ്പെടാണ്ട് ഇങ്ങനെ നിൽക്കല്ലേ. അപ്പൊ ഞാൻ കുറച്ച് റൂഡായിട്ട് സംസാരിച്ചു. അപ്പൊ ആള് എന്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ ഫിസിക്കലി പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് പ്രോബ്ലം പറയാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്ക് സെറിബ്രൽ പാൽസിയാന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ആ സമയം കൊണ്ട് ഞാൻ എന്താ പറയാ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതിന്റെ പേപ്പറൊക്കെ വായിച്ച് എനിക്ക് മനസ്സിലായി സംഭവം ഇത്തിരി കോംപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് അപ്പൊ ഒന്നും അറിയില്ല. എന്നിട്ട് ആള് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു നടക്കാൻ പറ്റില്ല, എനിക്ക് ഇന്ന സഹായം വെള്ളം പിടിച്ചു തരണം, എനിക്ക് അങ്ങനെ തീരെ നടക്കാൻ പറ്റില്ല, ഒരാളുടെ ഹെൽപ്പിലാണ് നടക്കാൻ പറ്റില്ല, പിന്നെ എനിക്ക് ഷെയ്ക്ക് ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും എന്റെ വീട്ടിലിപ്പോ പറയണ്ട, എന്റെ അമ്മോടൊന്നും പറയണ്ട, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. ഇത്തിരി റൂഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് എന്റെ ഉള്ളിൽ അപ്പൊ ഒരു തോന്നൽ, ദൈവം പറയുന്ന പോലെ ഇത് നിനക്കുള്ളതാ, ഇത് നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഇത്, എനിക്കറിയില്ല. ഞാൻ അതുവരെ ശരിക്കും പറഞ്ഞാൽ ഡെയിലി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നില്ല. കാരണം ഞാൻ അന്ന് പഠിക്കുന്നുണ്ടായിരുന്നു, ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും ടൈമേ കിട്ടാറില്ല. അപ്പൊ ഞാൻ പക്ഷെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു വിളി ഉണ്ടല്ലോ, അത് നമ്മൾ വിട്ട് കളിക്കില്ല. ദൈവം ഒരാളെ കൊണ്ടുവന്ന് തരുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ പറയാ എനിക്ക് ഇത് നിനക്കുള്ളതാ, ഇത് നിന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറയാ. അപ്പൊ ഞാൻ എന്നിട്ട് ഇവര് ഒരു മാസം കഴിഞ്ഞ് പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞു. ഇവര് ബാംഗ്ലൂരല്ല, ഞങ്ങള് തൃശ്ശൂര്. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അടുത്ത ആഴ്ച 3-4 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള കാര്യം ഞാൻ വീട്ടിൽ പോയി പറഞ്ഞിട്ടില്ല. കാരണം ആൾക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയുള്ളൂ. അമ്മ അടുത്ത് ഞാൻ പോയി പറഞ്ഞു, അമ്മ ഇങ്ങനെ ആൾക്ക് നടക്കാൻ പറ്റില്ല, ഒരാളുടെ ഹെൽപ്പിലാണ് നടക്കാൻ പറ്റില്ല എന്ന് അമ്മോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അമ്മ അമ്മ അങ്ങനെ കുറച്ച് മിണ്ടാതിരുന്നിട്ട് അമ്മ പറഞ്ഞു ഞാൻ വേണ്ടാന്ന് പറയില്ല. കാരണം എന്റെ അമ്മയുടെ അനുജൻ ഈ മിണ്ടാനും ചെവി കേൾക്കാൻ പറ്റാത്ത ഒരാളാ. അപ്പൊ അമ്മ വേണ്ടാന്ന് പറയില്ല, പക്ഷെ നീ ഇതിനെ കുറിച്ച് ആലോചിക്കണം, ജീവിതകാലം മുഴുവൻ നിനക്കുള്ളതാ, നീയാ ഇത് കൊണ്ടുപോകണ്ട, ഞങ്ങളല്ല, നീ നല്ലോണം ആലോചിക്കണം എന്ന് പറഞ്ഞു. പപ്പോട് പറഞ്ഞപ്പോ അപ്പൊ കരഞ്ഞിരുന്നിട്ട് അപ്പൊ ഭയങ്കര കരച്ചില്. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലൊക്കെ പോയി പറഞ്ഞപ്പോ അവരൊക്കെ നല്ല വഴക്കാ എന്നെ പറഞ്ഞ, നീ എന്ത് കണ്ടിട്ടാ ഇത്രയും ആലോചന വന്നിട്ട് നിനക്ക് വേണ്ട, ഇപ്പൊ ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് പോലും ഇല്ല, അപ്പോഴത്തേനും നിനക്ക് ചെയ്യാ. എന്റെ ഉള്ളില് ദൈവം ഇങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നെ എന്താന്ന്
അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ എനിക്കൊരു വലിയൊരു അഭിഷേകം കിട്ടിയിട്ടുണ്ടായിരുന്നു. ചർച്ചിൽ എനിക്ക് അഭിഷേകം കിട്ടണം എന്ന് വെച്ച് പോയതല്ല. സത്യം പറഞ്ഞാൽ അന്ന് ഈ നമ്മളെ ഈ പ്രയറിന്റെ അന്ന് ഈ അഭിഷേകം കിട്ടാൻ വേണ്ടി ചർച്ചിൽ പ്രയർ നടക്കണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പോവാൻ മടിച്ചിരുന്നിട്ട് അമ്മ 11 മണിക്ക് പറഞ്ഞു വിട്ട പ്രസംഗം കഴിയാറായപ്പോഴാണ് ഞാൻ ചെന്നെ. അന്ന് എനിക്കൊരു അഭിഷേകം കിട്ടിയിട്ട് ഫ്രണ്ടിലിരുന്ന ഞാൻ കണ്ണു തുറക്കുമ്പോ ബാക്കിൽ ഒരാളെ തട്ടിയില്ല. അത്രയ്ക്ക് വലിയൊരു അഭിഷേകം എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ യോഗ്യതയില്ലാത്ത സ്ഥാനത്തേക്ക് ദൈവം എന്തിനാ എനിക്ക് ഇത്ര വലിയ അഭിഷേകം തന്നെ. ഞാൻ 11:30 ചർച്ച കയറി ചെന്നത്. എന്നിട്ട് എനിക്ക് എന്തിനാ ഇത്ര വലിയ അഭിഷേകം തന്നേന്ന് ഞാൻ തന്നെ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അന്നൊന്നും. അത് കഴിഞ്ഞ് പപ്പയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. 1 മാസം പപ്പ ബോധമില്ലാതിരുന്നു. പപ്പ കുഞ്ഞു കുട്ടികളുടെ പോലെ 3 വയസ്സുള്ള ഒരു കുട്ടിയെ പോലെ അങ്ങനെ ഒരു തലയ്ക്കാണ് ചതവ് പറ്റിയത്, ഇവിടെയും ബാക്കിൽ. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ ഇത്ര വലിയ കഷ്ടം. പപ്പയാണ് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കണം, കോരി വാരി കൊടുക്കണം, അങ്ങനെയൊക്കെ. ഞാൻ ആ സമയത്ത് ജോലിയും ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതായത് മോർണിംഗ് കാലത്ത് 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യുക. 4:30 ആകുമ്പോ ക്ലാസ്സിൽ ചെന്ന് 5 മണിക്ക് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ 9 മണി വരെ ക്ലാസ്സാ. പപ്പയാണ് കൊണ്ടുവന്നിരുന്നത്. പപ്പ ഇങ്ങനെ വയ്യാതെ കിടന്നപ്പോ ക്ലാസ് പോകാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ വന്നപ്പോഴും ഞാൻ ആലോചിക്കും എനിക്ക് മാത്രം എന്താ, ഞാൻ ദൈവത്തെ അറിഞ്ഞതല്ലേ, ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട് എനിക്ക് എന്താ ഇത്ര വലിയ പ്രോബ്ലം വന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാനത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്തു. കാരണം പപ്പയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നു, 7 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ചേച്ചി വീട്ടിൽ വന്ന് നിൽക്കുക, ആരുമില്ല, ആങ്ങളമാരോ ഫാമിലി. നമ്മള് ദൈവത്തെ അറിഞ്ഞു വന്ന കാരണം നമ്മൾക്ക് അങ്ങനെ ഫാമിലീസും ഇല്ല. ചർച്ചുകാരുണ്ട്, അവര് വരും നമുക്ക് സഹായിക്കുന്നു മാത്രം. പക്ഷെ എന്നാലും വലിയ കടവും ഒക്കെ ആയി. എന്ത് ചെയ്യുന്നു അറിയില്ല. അപ്പൊ ഈ ഒരു അത് ഫേസ് ചെയ്ത് ഞങ്ങൾ കടന്നു വന്നിട്ടാണ് ഈ കല്യാണത്തിന്റെ ആലോചന വരുന്നത്. അപ്പോഴാണ് എന്റെ ഉള്ളില് പറയുന്നത്, നിന്നെ ഇതിനെ കൂടെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഇതിനെ ഒരുക്കിയതാ, നിന്നെ ഇതിനെ കൂടെ കടത്തി വിട്ടത് നിന്നെ ഇതിനു വേണ്ടി ഒരുക്കിയതാന്ന് എന്റെ ഉള്ളിൽ ഇങ്ങനെ പറയാ. ഞാൻ ആ സമയത്ത് നടന്നു പോകുന്ന എന്റെ ഉള്ളിൽ ഒരു തീയാ, കർത്താവിന്റെ അഭിഷേകം ഉണ്ടല്ലോ, അത് എനിക്കറിയാം. ഇത് എനിക്കുള്ളതാ, ഇത് എനിക്കുള്ളതാ, വിട്ട് കളയരുത്, ഇത് എനിക്കുള്ളതാ. അതുവരെ ഉഴപ്പി കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ നിക്കണ കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതം. നിനക്ക് എന്താ പറ്റിയെന്ന്, നിനക്ക് എന്താ പറ്റിയെന്ന് സഭയിലുള്ള അങ്കിൾമാരൊക്കെ ചോദിക്കുക. അവര് വേണ്ടാന്ന് പറയണത്. കാരണം ഞങ്ങള് കുഞ്ഞുനാള് മുതൽ ആ ചർച്ചിലാ. ഞാനൊരു 1 വയസ്സ് അല്ല 1ാം ക്ലാസ് തൊട്ട് ആ ചർച്ച തന്നെയാ. പാസ്റ്റർ സെയിം പാസ്റ്റർ തന്നെയാ. അപ്പൊ എനിക്കൊരു അപ്പന്റെ സ്ഥാനമാണ് പാസ്റ്റർ അങ്കിൾമാരെന്നൊക്കെ പറഞ്ഞ അപ്പന. നമ്മളെ ഫാമിലി തന്നെയാ. അപ്പൊ അവര് എതിർത്തു, ഭയങ്കര എതിർപ്പായിരുന്നു. അയൽവക്കക്കാരോടൊക്കെ ഞാനാ പോയി പറഞ്ഞ. പപ്പേനെ അമ്മേനെ വിട്ട ആൾക്കാർ തെറ്റിദ്ധരിക്കില്ലേ, ഇവര് ദൈവത്തെ അറിഞ്ഞിട്ട് ഇവര് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ച് മോളെ വിട്ടു. അതാണെങ്കിൽ ഞാൻ നാട്ടില് ഒരു ആൺകുട്ടിയുടെ പോലെയാ. എല്ലാവർക്കും അറിയാം, ഭയങ്കര സാമർത്ഥ്യ. ഒരു ആൺകുട്ടി എങ്ങനെയാണോ അതുപോലെയാ. എന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ശ്രുതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതുപോലെ ഭയങ്കര സാമർത്ഥ്യ. ഒരു ആൺകുട്ടി നടക്കണ പോലെ. അത് ചെറുപ്പത്തിലെ ബൈക്ക് ഓടിക്കും, അങ്ങനെയൊക്കെ. കുഞ്ഞായിരിക്കും ബൈക്ക് ഓടിക്കും, ഓട്ടോറിക്ഷ ഓടിക്കും, എല്ലാം ചെയ്യും. അപ്പൊ എല്ലാവർക്കും അറിയാം, എന്നെ നല്ലോണം അറിയാം. അപ്പൊ എല്ലാരോടും ഞാനാ പോയി പറഞ്ഞേ എനിക്ക് ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അടുത്തുള്ള ഒരു അങ്കിള് പറഞ്ഞു, എന്റെ മോളാണെങ്കിൽ ഞാൻ ചെകിട്ടത്ത് അടിച്ചേനെ ഒക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഉള്ളില് ഇത് എന്റെ ദൈവം എനിക്ക് തന്നതാ, ഇത് എനിക്ക് തന്നതാന്നുള്ളൊരു ബോധ്യം നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് പെണ്ണ് കാണാൻ വന്നപ്പോ പാസ്റ്റർ അങ്കിള് 1 മണിക്കൂർ മുമ്പ് വന്നു എന്നെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി. മീൻസ് അവർക്ക് വേണ്ട ഈ കല്യാണം വേണ്ട. കാരണം നടക്കാൻ പറ്റാത്ത ആളെ കല്യാണം കഴിക്കാൻ പറ്റും, ഇത്ര സാമർത്ഥ്യമുള്ള ഒരു കൊച്ച് നടക്കാൻ പറ്റാത്ത ഒരാളെ കല്യാണം കഴിച്ചെങ്ങനെ ശരിയാവും. ഇവര് കേറി വന്നപ്പോ പാസ്റ്റർ ഒന്നും വലുതായിട്ടൊന്നും പറഞ്ഞില്ല, മീൻസ് വഴക്കൊന്നും പറഞ്ഞില്ല. പക്ഷെ അങ്കിള് നല്ല രീതിക്ക് ഇവരെ ചോദിച്ചു, കുട്ടി ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചു, വിളിച്ചിരുത്തി ചോദിച്ചു. ഇവന് കൊച്ചൊക്കെ ഉണ്ടാവോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ ഇവർക്ക് എന്തോരം വിഷമം ഉണ്ടാവും. 1 മണിക്കൂർ 1.5 മണിക്കൂർ വന്നിരുന്നിട്ട് ഇവരോട് സംസാരിച്ചു എന്നല്ലാതെ എന്നെ പെണ്ണ് കാണിക്കാൻ വിളിച്ചില്ല. വഴക്കായിരുന്നു, മീൻസ് മൊത്തത്തില് വഴക്കെന്നുള്ള രീതിയിലായിരുന്നു. എന്റെ ചേച്ചി ഇവര് കേറി വരുമ്പോ എങ്ങനെയായിരുന്നു അറിയോ, പപ്പയും മമ്മയും 2 സൈഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാ കേറി വന്നെ. ഹസ്ബൻഡിനെ ഇങ്ങനെ പിടിച്ചിട്ട് 2 പേരും കൂടി പിടിച്ചിട്ട് വന്നത്. ഇത് കണ്ട് എന്റെ ചേച്ചി ഓടി വന്ന് എന്റെ അടുത്ത് വന്നിട്ട് കരച്ചിൽ തന്നെ, ഭയങ്കര കരച്ചില്. ഇത് വേണ്ട ശ്രുതി, ഇത് വേണ്ട ശ്രുതി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു പൊക്കോ ഇവിടെ മാറി പൊക്കോ. എന്റെ ഉള്ളിൽ എനിക്കറിയാലോ, ദൈവം നമുക്ക് ഒരു കാര്യം തന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇത് നമുക്കുള്ളതാന്ന് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മള് ആര് പറഞ്ഞാലും മാറില്ലല്ലോ. അങ്ങനെ എന്നിട്ട് ഇവര് വന്ന് പെണ്ണ് കണ്ടു. എനിക്ക് കണ്ട വശം തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഇതുവരെയായിട്ടും അങ്ങനെ ഒരാളോടും തോന്നിയിട്ടില്ല. ഞാന് 54 ബോയ്സിന്റെ ഇടയിൽ കിടന്ന് പഠിച്ചതാ. ഒരാളോട് എനിക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ആളെ കണ്ട പക്ഷെ എനിക്ക് ഇത് എനിക്കുള്ളതാന്ന് എനിക്ക് ഉള്ളില് കറക്റ്റ് ആയിട്ട് ദൈവം പറയും ചെയ്തു. എല്ലാതും എനിക്ക് ഇത് എന്റെയാന്നുള്ള ഒരു തോന്നല് എനിക്ക് ദൈവം തന്നു. അങ്ങനെ കല്യാണം, കുറെ പ്രോബ്ലംസ് ഇതിനിടയ്ക്ക്, കുറെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കുറെ പ്രോബ്ലംസ്.
നടക്കാതെ വരെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി പോകുന്നു പറഞ്ഞു. അമ്മോ, അത്രയ്ക്ക് വരെ പ്രോബ്ലംസ് അങ്ങനെ ഉണ്ടായി. പക്ഷെ ദൈവം നല്ല രീതിക്ക് നല്ലതായിട്ട് ദൈവം ഞങ്ങളെ ഈ വിവാഹം നടന്നു. പക്ഷെ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു, ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവോ എന്നെല്ലാരും. അതായിരുന്നു വലിയ ചോദ്യം, നിനക്ക് കുഞ്ഞുണ്ടാവോ? പക്ഷെ എനിക്ക് ഒരു കുഞ്ഞിനെ തന്നു. അവൾക്ക് 3 വയസ്സാ. ഒരു പേടിയുള്ളത് പപ്പയ്ക്കും ചെറുതായിട്ട് ഉണ്ട്, ഈ സെറിബ്രൽ പാൽസിയുടെ ചെറിയൊരു പോർഷൻ പപ്പയ്ക്ക് ഉണ്ട്. അപ്പൊ അതാണ് ചാച്ചന് കൂടുതലായിട്ട് വന്നേക്കുന്നതെന്നാ എല്ലാരും പാരമ്പര്യമായിട്ട് കിട്ടിയതാന്നാ പറയുന്നത്. അപ്പൊ എന്റെ കുഞ്ഞിനും ആ ഒരു ഇത് വരുമോന്ന് എല്ലാരും പേടിച്ചു, എല്ലാരും ഭയപ്പെട്ടു. ഞാനാണെങ്കിലും ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാലോ, നമ്മളെ മനസ്സിങ്ങനെ എപ്പോ നോക്കിയാലും പേടിച്ചും അങ്ങനെ ഒരു ടൈമാണല്ലോ. ആ സമയത്ത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര ഛർദിയാട്ടോ. എനിക്ക് ഹൈ തൈറോയിഡ്, എനിക്ക് എല്ലാ പ്രോബ്ലംസും പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന എല്ലാ പ്രോബ്ലംസും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ഗുളിക പോലും കഴിക്കാൻ പറ്റണില്ല, കാരണം ഛർദിയാ. വായ വെച്ചാൽ ഞാൻ ഛർദിക്കും. ഞാൻ എന്നിട്ട് എനിക്കിത് കഴിക്കാൻ പറ്റിയാലല്ലേ ഈ തൈറോയിഡ് ഒക്കെ കുറയുള്ളൂ. എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ദൈവം. പക്ഷെ ഇത് നിനക്ക് പലരും പറഞ്ഞു ഇതൊന്നും കഴിക്കാണ്ടിരുന്ന കുഞ്ഞിന് വലിയ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മരുന്നൊന്നും കഴിച്ചിട്ടില്ല, കാൽസ്യം കഴിച്ചിട്ടില്ല. പറഞ്ഞാൽ എല്ലാവരും വഴക്ക് പറയും. എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാൽസ്യവും അയണും ഗുളികയും ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അതൊക്കെ കഴിക്കണം നിർബന്ധ, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷെ എന്റെ കുഞ്ഞിന്റെ ദൈവം ഒരു കുഴപ്പമില്ല. അവള് ഓടി നടക്കുന്നുണ്ട്. എന്നെക്കാട്ടിലും മിടുക്കത്തിയായിട്ട് ഓടി നടക്കുന്നുണ്ട്. അവൾക്ക് ഒരു കുഴപ്പമില്ല. അതും എന്റെ ഒരു പ്രാർത്ഥന എന്തായിരുന്നു വെച്ചാൽ, പപ്പയുടെ പപ്പ അപ്പച്ചനുണ്ടല്ലോ, അപ്പച്ചനാണ് ഏറ്റവും കൂടുതൽ മോന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. ഞാനും അപ്പച്ചനും തമ്മിൽ നല്ല ബോണ്ടിങ് ആണ്. എനിക്ക് അതുപോലെ ഒരു മനുഷ്യനെ ദൈവമകനെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളൊരു. മരിച്ചുപോയി ആള്. പക്ഷെ ഞാനിങ്ങ് മരിക്കുന്ന ആളിങ്ങനെ ഞാൻ കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു അപ്പച്ചൻ കാണണം, അപ്പച്ചൻ നടന്ന് കാണണം, ഈ കുഞ്ഞ് ഓടി നടന്ന് വർത്താനം പറഞ്ഞ് കണ്ടിട്ടേ അപ്പച്ചന്റെ മരണം വരാൻ പാടുള്ളൂ എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ അപ്പച്ചൻ അമ്മ ഓടി നടന്ന് അവള് ബാക്കിയൊക്കെ അപ്പച്ചൻ പഠിപ്പിച്ചു കൊടുക്കും, ചർച്ചിലൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പച്ചൻ മരിച്ചുപോയെ. ദൈവം എല്ലാതും ദൈവം കറക്റ്റ് ആയിട്ട് നമ്മളെ ദൈവം വിളിച്ചത് വെറുതെ അല്ല. പലരും ഉപേക്ഷിക്കും. ഞാൻ ഹിന്ദു ഫാമിലിയിൽ നിന്ന് വന്ന കാരണം ഞങ്ങക്ക് ഫാമിലി എന്ന് പറഞ്ഞാൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആരും നമ്മളായിട്ട് ഒരു കണക്ഷനും ഇല്ല. പക്ഷെ എന്നാലും ദൈവം വിശ്വസ്തനാ. ദൈവം വിളിച്ചത് വെറുതെ അല്ല. എല്ലാരെക്കാട്ടിലും മികച്ചു തന്നെ ദൈവം തന്നു. പ്രോബ്ലംസ് ഇല്ല എന്നല്ല, പക്ഷെ അതൊക്കെ ദൈവം ഫേസ് ചെയ്യാനുള്ള കൃപയും നമുക്ക് തന്നിട്ടുണ്ട് ദൈവം. ആമേൻ. ശ്രുതി ജീവിതത്തിലേക്ക് സ്വീകരിച്ചതായ പ്രിയ സഹോദരൻ വർഗീസ് കുരുവിളയ്ക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുഞ്ഞിനെ കൊടുത്തു, ഒരു കുടുംബജീവിതം ദൈവം കൊടുത്തു, നല്ല ഒരു ബന്ധം ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. അതെല്ലാം വളരെ അഭിമാനകരമായ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആകട്ടെ, ശ്രുതിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ശ്രുതി സിവിൽ എഞ്ചിനീയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അതെ അതെ അതെ, ഞാൻ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ. ഓക്കെ. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണോ ഇപ്പം നിൽക്കുന്നത്, അതോ? അല്ലല്ല, ഞാൻ കുറച്ചുനാൾ വർക്ക് ചെയ്തു. ഇവിടെ വന്നിട്ട് കുറച്ചുനാൾ വർക്ക് ചെയ്തു. വർക്ക് ചെയ്തപ്പോ നമുക്ക് ടൈമിങ് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഒരു വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 8 മണിക്കാവും. നമ്മള് സിവിൽ എന്ന് പറഞ്ഞാൽ പോയി വർക്ക് ചെയ്യണല്ലോ. അതെ. വരുമ്പോ വീട്ടിലെത്തുമ്പോ ഭയങ്കര ടൈം ആവും. അപ്പൊ ഇവിടെയുള്ള അപ്പച്ചനൊക്കെ എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ടിരിക്കുക തന്നെ. അപ്പൊ അവർ ഭയങ്കര ടെൻഷനാണ്. ഇവിടെ ആരും അങ്ങനെ ആരോഗ്യമുള്ളവരില്ലല്ലോ. എന്തെങ്കിലും പ്രോബ്ലം വന്നവരാ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ എനിക്ക് തന്നെ തോന്നി അടുത്തുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു ഞാൻ. അപ്പൊ ആ ജോലി തന്നെ എന്തോ ഒരു പ്രോബ്ലം വന്നതങ്ങ് പോയി. അപ്പൊ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ആലോചിച്ചപ്പോ എനിക്കിങ്ങനെ മുടിയുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ ചോദിക്കും ഹെയർ എന്താ ചെയ്യണേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാൻ എണ്ണ തേക്കും, വേറെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കും പറഞ്ഞു തരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ ടൈമിലൊന്നും ചെയ്തില്ല. പക്ഷെ എനിക്ക് ജോലി ഇല്ല, എന്തെങ്കിലും എനിക്കൊരു വരുമാനം വേണം എന്നുള്ളൊരു തോന്നല് വന്നു. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോ എന്റെ അമ്മ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന 1 ലിറ്റർ വെളിച്ചെണ്ണ ദൈവം കാണിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന്ന് ഹാഫ് എടുത്ത്, ഹാഫ് അല്ല 4 ഭാഗമാക്കിയിട്ട് ഓരോ ആന്റിമാർക്ക് കൊടുത്തു. അപ്പൊ അവര് യൂസ് ചെയ്തിട്ട് പിന്നെ അവര് എനിക്ക് ഓർഡർ തന്നു. 1 ലിറ്റർ ഒക്കെ വെച്ച് ഓർഡർ തന്നു. അങ്ങനെ ഓർഡർ തന്ന് ഇപ്പൊ കുഴപ്പമില്ലാതെ എനിക്കൊരു വരുമാന മാർഗം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ അത് ഒരു സ്റ്റോളൊക്കെ ഇടും, നമ്മള് കൺവെൻഷൻ ഒക്കെ വന്നാൽ സ്റ്റോൾ ഇടും. അങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് ചെറിയൊരു വരുമാന മാർഗം ഉണ്ട്. ഞാൻ തന്നെ വീട്ടിൽ കാച്ചുക. നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ആയിരുന്നു. നമ്മൾ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ട് കുറച്ചുകൂടി എല്ലാവർക്കും ഉപയോഗിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അത് നല്ലൊരു രീതിക്ക് ഇപ്പൊ എല്ലാവർക്കും കൊടുക്കുന്നു, ബിസിനസ് ആയിട്ട് ചെയ്യുന്നു അങ്ങനെ.
അപ്പൊ സിവിൽ എഞ്ചിനീയർ എന്നുള്ളത് ഡൈവേർട്ട് ചെയ്ത് ഇപ്പം ഹെയർ ഓയിൽ ഉത്പാദക എന്ന നിലയെ ഒരു സംരംഭക എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ. ഓക്കെ ഓക്കെ. അത് വീട്ടിൽ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അതിലൊരു 15 ഹെർബ്സ് ഇടുന്നുണ്ട് നമ്മള്. റോസ്മേരി, ആലവേര, ഭൃംഗരാജ് അങ്ങനെയുള്ള ഹെയറിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെർബ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ ഞാൻ തന്നെ എല്ലാതും നമ്മൾ തന്നെ. അപ്പൊ കാരണം എല്ലാവർക്കും വിശ്വാസമാണ്. നമ്മുടെ അടുത്തുനിന്ന് ഒരു ബോട്ടിൽ 100 ml വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കുക അവർ 1 ലിറ്ററിന്റെ. എനിക്ക് ഇപ്പൊ ഉള്ള കസ്റ്റമേഴ്സ് പറഞ്ഞാൽ പിന്നെയും വാങ്ങിച്ച കസ്റ്റമേഴ്സാ. പുതിയ കസ്റ്റമേഴ്സ് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഞാൻ സ്റ്റോൾ ഇട്ട് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എന്റെ പരിചയത്തിലുള്ള കസ്റ്റമേഴ്സ് പിന്നെയും ഇപ്പൊ ഒരു 3-4 മാസമായി അവര് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കും. പിന്നെ UK-യിലേക്കും അങ്ങനെ അവര് പരിചയക്കാരുണ്ടെങ്കിൽ അവര് UK-യിലേക്കും ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട്. പിന്നെ അവര് ഫ്രണ്ട്സ് വഴി UK അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കുറെ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു 2 ദിവസം മുമ്പ് വരെ UK-യിലേക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എന്തുവാ ഈ ഹെയർ ഓയിലിന്റെ പ്രത്യേകത? എല്ലാ ഹെയർ പ്രോബ്ലംസിനും യൂസ് ചെയ്യാം. നമ്മള് ഇപ്പൊ ഇത് ഉപയോഗിച്ചാൽ തന്നെ 1 വീക്കിൽ തന്നെ ഹെയർ പ്രോബ്ലംസ് നിൽക്കും. എല്ലാ നമുക്ക് താരൻ ഉണ്ടെങ്കിൽ അത് നിൽക്കും, ഹെയർ ലോസ് നിൽക്കും. 1-2 വീക്സിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിൽക്കും. പിന്നെ ഹെയർ ഗ്രോത്ത് ആവാൻ തുടങ്ങും. ഇതിൽ ഇത്ര ഹെൽപ്സ് ഉള്ള കാരണം എല്ലാ ഹെയർ പ്രോബ്ലംസിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആർക്ക് പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ഇന്ന ആൾക്കൊന്നൊന്നുമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. എനിക്ക് പിന്നെ നല്ല ഹെയർ ഉള്ളത് കൊണ്ട് അത് കണ്ടിട്ട് എല്ലാവരും വാങ്ങിക്കും. ശരി. അപ്പം ഇത് ഈ ഹെയർ ഓയിൽ വളരെ പ്രയോജനപ്പെടുന്നു. ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള നല്ലൊരു റിസൾട്ട് ഉണ്ട് നിലവിൽ. അതെ. എനിക്ക് കുറെ റിവ്യൂസ് കിട്ടുന്നുണ്ട്. വാങ്ങിക്കുന്നവരൊക്കെ നല്ല റിവ്യൂ പറയുന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തോ ഹെയർ ഓയിൽ വല്ല ബ്രാൻഡ് നെയിം വല്ല ഇട്ടോ? ഹോം മേക്കേഴ്സ് എന്നാ പേര്. ഇനിയിപ്പോ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സ്ത്രീകളെ വെച്ച് ഡെവലപ്പ് ചെയ്യണം അങ്ങനെ വിചാരിച്ചിരിക്കുക. അതായത് വീട്ടമ്മമാരെ വെച്ച് ചെയ്യണം. അതായത് അതുകൊണ്ട് തന്നെ ഹോം മേക്കേഴ്സ് എന്ന അതിന്റെ പേര്. ഹോം മേക്കേഴ്സ് ഹെയർ ഓയിൽ. അതെ. അപ്പൊ ഇതെവിടെ പിന്നെ നമുക്ക് ഓൺലൈനിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് വാട്സ്ആപ്പ് നമ്പർ ഉണ്ട്, അതിൽ ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. ഹോം മേക്കേഴ്സ് എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. ഇൻസ്റ്റഗ്രാമിൽ വഴി നമുക്ക് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യാം. അങ്ങനെ. ഓ അത് ശരി. ഓക്കെ 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 ഓക്കെ. അപ്പോ നല്ല ഒരു ഹോം മേക്കേഴ്സിന്റെ ബ്രാൻഡ് നെയിമോട് കൂടി നല്ല ഹെയർ ഓയിൽ ഉൽപാദക എന്ന നിലയിലും വർഗീസ് കുരുവിളയോട് ചേർന്ന് നിൽക്കുന്ന പ്രിയ സഹോദരി ശ്രുതിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ആ സംരംഭത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നും നിങ്ങൾ ഒരുമിച്ച് നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതവും കുടുംബ ജീവിതവും, അതുപോലെ വർഗീസും നല്ല ഒരു ഓഫീസർ എന്ന നിലയിൽ ബാങ്കില് ഒരു വിദേശ കമ്പനിയുടെ ഒരു ജോലിക്കാരൻ ഓഫീസർ എന്ന നിലയിലും ഒരു സംരംഭക എന്ന നിലയിൽ ശ്രുതിയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർന്നു വരട്ടെ. സമൂഹത്തിനും സഭയ്ക്കും ദേശത്തിനും ഒക്കെ ഒരു അഭിമാനമായിട്ട് നിൽക്കട്ടെ. പരിമിതികൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമല്ല എന്ന് നിങ്ങളുടെ ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ സമൂഹത്തോട് തെളിയിക്കാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന. അതുപോലെ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ അരോമ മാട്രിമോണിയിലൂടെ നിങ്ങളുടെ വിവാഹം നടന്നു എന്നുള്ള കാര്യവും എനിക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ രണ്ടുപേരും ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല, ഇന്ന് എനിക്ക് നേരിട്ട് കാണാനും കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഓക്കെ. വർഗീസിന്റെ മമ്മി, പപ്പ, ഭാര്യ ശ്രുതി, കുഞ്ഞിന്റെ പേരെന്തുവാ? അവയുടെ പേരെന്തുവാ? എസ്തേർ. എസ്തേർ. ഓ, നിങ്ങളെ എല്ലാരെയും കാണാൻ കഴിഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കന്മാരും ഒരു കുടുംബവും ആയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകട്ടെ അച്ഛാ, പിന്നെ വർഗീസിന്റെ ജീവിതത്തില് നിങ്ങളെ ഒത്തിരി ചലഞ്ചസുകളെ ഒക്കെ അഭിമുഖീകരിച്ച് പ്രിയ മകനെ വളർത്തിയെടുക്കാൻ ഇടയായി തീർന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വർഗീസ് പറയാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ ആ സഹിഷ്ണുതയും സമർപ്പണത്തെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എന്തായാലും അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പറയാം. ദൈവം ഇതുവരെ ഞങ്ങൾ നടത്തി. അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നോ? എന്തായിരുന്നു ജോലി? ഇല്ല, കൃഷിപ്പണിയായിരുന്നു. പശുക്കളെ വളർത്തിയും ഓരോ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അന്ന് ജോലി. അല്ല വേറെ ജോലി ഇല്ലായിരുന്നു.
കൃഷിപ്പണിയായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ജോലി കിട്ടിയപ്പോ ഞാന് പപ്പയും അമ്മയും കൂടി ഇങ്ങോട്ട് വന്നു ഓ ബാംഗ്ലൂർ. ആകട്ടെ. മമ്മി എന്താ പറയുന്നു? എന്ത് പറയുന്നു? മമ്മിയാന്നല്ലോ വർഗീസിന്റെ. സന്തോഷം. ഒന്നും പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ദൈവത്തിന്റെ കൃപയാണ് ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. അത് ആമേൻ. മാത്രമേ പറയാനുള്ളൂ. നമുക്ക് പുകഴാനൊന്നുമില്ല. ദൈവത്തിന്റെ ഒരു കരുണ, അത് മാത്രം. ആമേൻ. വർഗീസ് നടത്തിയതല്ലാതെ ഒന്നും പറയാനില്ല. വർഗീസ് മമ്മിയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. കുഞ്ഞുനാൾ മുതല് സ്കൂളുകളിലും കോളേജിലും എല്ലാം കൂടെ ഇരുന്ന് നോട്ട് എഴുതി കൊടുക്കുകയും കൂടെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് മാതൃകയുള്ള ഒരു മാതാവും പിതാവും എന്ന നിലയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അരോമ ടിവിയിലൂടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കുഞ്ഞുവാവ എസ്തേർ എന്താ പറയുന്നു? ഓക്കെ 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 ഓക്കെ. സുന്ദരിക്കുട്ടിയാ? ഓക്കെ. ഓക്കെ ഓക്കെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കാണാനും പരിചയപ്പെടാനും, അതുപോലെ ഈ അരോമ ടിവിയിലൂടെ നിങ്ങളെ ലോകത്തിന്റെ മുൻപാകെ പരിചയപ്പെടുത്തുവാനും ഇടയായിത്തീർന്നാൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ. താങ്ക് യു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന പാസ്റ്റർക്കും അരോമ ടിവിയിലെ എല്ലാ പ്രവർത്തകർക്കും ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഓക്കെ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഞങ്ങൾ ഇത്രത്തോളം സമയം പ്രിയ മകൻ വർഗീസിന്റെ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവം പ്രിയ മകന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്കായി, ദൈവം നടത്തിയ വഴികൾക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, പ്രിയ മകൻ വർഗീസിന്റെ മാതാവിനായി സ്തോത്രം, പിതാവിനായി സ്തോത്രം, തൻ്റെ ജീവിത പങ്കാളി ആമേനെ ശ്രുതിക്കായി സ്തോത്രം, കുഞ്ഞ് എസ്തേറിനായി സ്തോത്രം. ഈ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒത്തിരി ചലഞ്ചസുകൾ അവർ അഭിമുഖീകരിച്ചൊരു കുടുംബമാണ് ആമേനെ. എന്നാൽ അതിൻ്റെയൊക്കെ നടുവില് മറ്റുള്ള ആരോഗ്യമുള്ള കുടുംബങ്ങളെ പോലെ തന്നെ ദൈവം അവരെയും ആമേനെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും സമൂഹത്തിന്റെ മുൻപാകെ അഭിമാനത്തോടെ നിർത്തിയിരിക്കുകയും ചെയ്യുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ മക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കൂടി നടക്കുന്ന ദൈവസഭ അവർക്കൊരു സപ്പോർട്ടായിരിക്കുന്നു, സമൂഹം അവർക്കൊരു സപ്പോർട്ടായിരിക്കുന്നു. അതുപോലെ പ്രിയ വർഗീസ് ജോലി ചെയ്യുന്ന സ്ഥാപനം അവർക്കൊരു സപ്പോർട്ടായിരിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവരെ ബന്ധുക്കള് ഒക്കെ അവർക്കൊരു സപ്പോർട്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ശ്രുതിയുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, അവർക്കെല്ലാമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിശേഷിയാൽ അരോമ ടിവിയിലൂടെ ഈ ലോകമെങ്ങും കേൾക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവവും സാക്ഷ്യവും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് അവർക്കെല്ലാവർക്കും ഒരനുഗ്രഹവും പ്രചോദനവുമായി തരുവാനും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനും പ്രാണനും ശരീരത്തിനും സൗഖ്യവും സന്തോഷവും സമാധാനവും എല്ലാവിധ ദൈവകൃപകളും അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവം ആമേനെ ചൊരിയും മാറണം പ്രാർത്ഥിക്കും. ദൈവം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ദയവോടെ ഉത്തരമൽ മാറാകണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ ഹെയർ ഓയിൽ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളും അതുപോലെ പ്രിയ വർഗീസുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കുക. ഞാൻ നിങ്ങൾക്ക് അവരുടെ നമ്പർ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, അവരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ തക്കവണ്ണം കഴിയും. നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണുമ്പോഴേയും ആമേനെ ദൈവം നമ്മെല്ലാവരെ സൂക്ഷിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ
അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com